തുടങ്ങാം. രവീഷ് മാഷ്. വിളിക്കട്ടെ. പ്രിയമുള്ള പരിപാടി ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സഖാവ് എ വിജയരാഘവൻ, ബഹുമാനപ്പെട്ട സഖാവ് എ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ അനിത രാംപാൽ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനും വാണിജ്യവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് പേരെ അണിനിരത്തിക്കൊണ്ട് അതിവിപുലമായ ഈ വെബ്രാലി സംഘടിപ്പിച്ചു. മതനിരപേക്ഷതയും ഫെഡറലിസവും സോഷ്യലിസവും ജനാധിപത്യവും തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളെ പുറത്തു നിർത്തി തങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള വിചലിപ്തമായ കാഴ്ചപ്പാടിന്റെ പ്രകടിത രൂപമാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ നയം. ഈ കോവിഡ് കാലത്തെ മറയാക്കി പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ വിവിധ സംസ്ഥാനങ്ങളുടെയും വിവിധ വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ നയം ഏകപക്ഷീയമായി അംഗീകരിച്ചിട്ടുള്ളത്. RSSനാൽ നയിക്കുന്ന BJP സർക്കാരിന്റെ ഈ അജണ്ടകളെ അംഗീകരിക്കാൻ ഇന്ത്യൻ സമൂഹം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തുടനീളം ഇതിനെതിരായ പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തും അതിവിപുലമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് നാം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അതിവിപുലമായ ഒരു വെബ്രാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വെബ്രാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ധീരമായി മുന്നോട്ട് നയിക്കുകയും വർഗീയതക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഈ വെബ്രാലിയിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വെബ്രാലിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ കൺവീനറായിട്ടുള്ള സഖാവ് എ വിജയരാഘവൻ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനത്തിന് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ സജീവമായ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഖാവ് KN ബാലഗോപാൽ ഈ വെബ്രാലിയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകയും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ അനിത രാംപാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ സമിതിയിലെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ N മനോജ്, AKGCയുടെ ജനറൽ സെക്രട്ടറി, ഡോക്ടർ പസലിത്തൽ മുട്ടയുടെ ജനറൽ സെക്രട്ടറി, സഖാവ് ഹരിലാൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസിന്റെ ജനറൽ സെക്രട്ടറി, ഡോക്ടർ A അബ്ദുൽ വഹാബ് വാസറിയ കോളേജിന്റെ ജനറൽ സെക്രട്ടറി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി KM സച്ചിൻ ദേവാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും
ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി AKPCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി പത്മനാഭനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ജനവിഭാഗങ്ങളും അണിചേരുന്ന ഈ ഓൺലൈൻ റാലി ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് പിണറായി വിജയൻ, മുൻ പാർലമെന്റ് അംഗവും ഇടതുപക്ഷ ഏകോപന സമിതി കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് A. വിജയരാഘവൻ, മുൻ പാർലമെന്റ് അംഗവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് KN ബാലഗോപാൽ, ഈ പരിപാടിയിലേക്ക് നമ്മെ ഏവരെയും സ്വാഗതം ചെയ്ത ഈ വെബ് റാലിയുടെ മുഖ്യ സംഘാടകനായ KSTA ജനറൽ സെക്രട്ടറി സഖാവ് KC ഹരികൃഷ്ണൻ, ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ഡൽഹി സർവകലാശാല വിദ്യാഭ്യാസ വകുപ്പിലെ മുൻ പ്രൊഫസർ ഡോക്ടർ അനിത രാംപാൽ, അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജനറൽ സെക്രട്ടറി ഡോക്ടർ N. മനോജ്, ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ A. പസലത്തിൽ, കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഹരിലാൽ, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ വഹാബ്, ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന SFI സംസ്ഥാന സെക്രട്ടറി KM സച്ചിൻ ദേവ്, ഈ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിട്ടുള്ള ഇത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, 2020 ജൂലൈ 29 പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയുടെ മൂന്നാമത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അത്യന്തം ജനവിധമായ വശങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കൂട്ടായ കേരള വിദ്യാഭ്യാസ സമിതി നടത്തുന്ന പ്രചരണ പ്രക്ഷോഭ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മുന്നൊരുക്കങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വെബ് റാലി എന്ന് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലെ പങ്കാളിത്ത കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണവും കച്ചവടവൽക്കരണവുമാണ് ഈ നയം ലക്ഷ്യമിടുന്നത് എന്നത് വളരെ വ്യക്തമാണ്. 1990-കൾ മുതൽ നാം അഭിമുഖീകരിക്കുന്ന സ്വകാര്യവൽക്കരണത്തിൽ നിന്നും വ്യത്യസ്തമായി സംഘപരിവാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് ഈ നയം അതിന്റെ കരുക്കൾ നീക്കുന്നത്. സംവരണവും ലിംഗസമത്വവും അടക്കമുള്ള സാമൂഹ്യനീതി സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കിയും ചരിത്രവിരുദ്ധവും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതുമായ വാദങ്ങൾ പ്രചരിപ്പിച്ചും നാം എല്ലാം അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഇന്ത്യയുടെ വൈവിധ്യത്തെ ശൈഥില്യം എന്ന് പേരിട്ട് വിളിച്ചും ഈ നയം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ തികച്ചും അപകടകരമാണ് എന്ന കാര്യം പല വേദികൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വിവിധ കേന്ദ്ര ഏജൻസികളുടെ നിയന്ത്രണത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും മാറ്റി സംസ്ഥാനങ്ങളുടെ താല്പര്യപൂർണമായ ഇടപെടലുകളെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ വിദ്യാഭ്യാസ നയം അതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിടയിൽ പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നതുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രവിക്കാനാണ് എന്നതുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം ഒട്ടും നീട്ടുന്നില്ല. ഇത്തരം ജനവിരുദ്ധമായ നയങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിനു ബദലായി വിദ്യാഭ്യാസ മേഖലയിൽ കേരളം അനുവർത്തിച്ചു വരുന്ന നയം എന്ത് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 നമുക്ക് ലഭിച്ചത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ പ്രതിവർഷം ഓപ്പൺ വിദൂര വിദ്യാഭ്യാസത്തിനായി ചേരുന്നത്. അവരുടെ വിദ്യാഭ്യാസ മോഹങ്ങളെ തകർക്കുന്ന ഒരു തീരുമാനം UGC കൈക്കൊള്ളുകയുണ്ടായി. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകൾക്കും വിദൂര ഓപ്പൺ വിദ്യാഭ്യാസം നടത്താനുള്ള അവകാശം നിഷേധിക്കുക എന്നതായിരുന്നു ആ തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും
വിദ്യാഭ്യാസ അവസരം നിഷേധിക്കപ്പെടാനും ഇടയുള്ള വിദ്യാർത്ഥികൾക്ക് ആ അവസരം പുനഃസ്ഥാപിച്ചു നൽകാനായി കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള ഓപ്പൺ സർവകലാശാല ആദരണീയനായ മുഖ്യമന്ത്രി കേരളത്തിന് സമർപ്പിച്ചത് കഴിഞ്ഞ ഒക്ടോബർ. അത്തരത്തിൽ കേരളത്തിന്റെ വികസനത്തിന്റെ പുതിയ തുറസ്സുകളിലേക്ക് കേരളത്തെ നയിക്കുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ പിന്തുടർന്നു വരുന്ന നവലിബറൽ വർഗീയ നയങ്ങളിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് നേതൃത്വം നൽകുന്ന നവകേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവിനെ ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്ന മുദ്രാവാക്യവുമായി വിവിധ വിഭാഗം ജനങ്ങൾ ഒത്തുചേരുന്ന ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്താകെ ശക്തമായ പ്രതിഷേധത്തിനും എതിർപ്പിനും വിദ്യാഭ്യാസ മേഖലയുടെ ആകെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരള വിദ്യാഭ്യാസ സമിതി സന്ദർഭത്തിനനുസരിച്ചുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇത്തരമൊരു മുൻകൈ എടുത്തതിനും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിനും ആദ്യമായും വിദ്യാഭ്യാസ സമിതിയെയും അതിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് മുൻപ് 2 തവണയാണ് വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചത്. 1986 അംഗീകരിക്കപ്പെട്ടു. 1992 പരിഷ്കരിക്കപ്പെട്ടു. ആ നയമാണ് ഇപ്പോൾ മാറ്റി പുതിയൊരു നയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 1966 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് 1968 വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിലുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. ഒരു വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുമ്പോൾ അതിനു മുൻപുണ്ടായ വിദ്യാഭ്യാസ നയങ്ങളെയും മറ്റു പരിഷ്കാരങ്ങളുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും സ്വാഭാവികമായും വിശദമായി വിലയിരുത്തണം. അത്തരത്തിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലും തുറന്നുള്ള രാജീവ് ഗാന്ധിയുടെ പുത്തൻ വിദ്യാഭ്യാസ നയത്തിലുമെല്ലാം പരിശോധനകൾ നടന്നിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ആ രീതിയിലുള്ള ഒരു അവലോകനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഇപ്പോഴത്തെ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളുടെ പരിശോധനയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഒന്ന് എന്ന നിലയിൽ മാറുന്നില്ല എന്നതാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതലായ പ്രശ്നം. വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒന്നായാണ് നമ്മുടെ ഭരണഘടനക്കകത്ത് നേരത്തെ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത്. 1976 വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിലാണ് വിശദമായ ചർച്ചകളൊന്നും നടത്താതെ രാജ്യത്താകെ ബാധകമാകുന്ന തരത്തിലുള്ള ഒരു നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്
നമ്മുടെ ഫെഡറൽ ഘടനയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനമല്ല. ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ വർത്തമാനകാലത്ത് സംഭവിക്കുന്നുണ്ട് എന്നത് നാം മറക്കേണ്ടതില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം വ്യത്യസ്ത തരത്തിലാണ് നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ദേശീയ തലത്തിലൊരു നയം നടപ്പാക്കാൻ കഴിയും. ഓരോ വിദ്യാഭ്യാസ നയത്തിൻ്റെ പൊതുനിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകൾ, പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടാകുമ്പോൾ മാത്രമേ ഫെഡറൽ സംവിധാനം അതിൻ്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വലിയ നേട്ടങ്ങൾ നേടാനായത് അതുകൊണ്ടുകൂടിയാണ്. എന്നാൽ കേന്ദ്രീകൃതമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ പോലും ഉണ്ടാക്കണമെന്ന സമീപനം നമ്മുടെ ബഹുസ്വരതയുടെ കരുത്തിനെ ചോർത്തിക്കളയുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പൊതുഘടന കേന്ദ്ര സർക്കാരിന് നിർദ്ദേശിക്കാം. എന്നാൽ ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകളെയും അനുഭവങ്ങളെയും നേട്ട കോട്ടങ്ങളെയും പരിശോധിച്ചുകൊണ്ട് ഇവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം വേണം. ഇത്തരമൊരു രീതിയാണ് സാധാരണഗതിയിൽ അംഗീകരിക്കേണ്ടത്. അതിനു പകരം ഏകപക്ഷീയമായി പാഠ്യപദ്ധതി അടക്കം അടിച്ചേൽപ്പിക്കുന്ന രീതി ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ്. നാടിൻ്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ നയത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടയാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പല മാറ്റങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന രേഖ ഈ പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അധ്യാപക രക്ഷാകർതൃ സമിതികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനുള്ള പങ്ക് അംഗീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. ചില ജില്ലകളെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവിടെ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ കീഴിലാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജില്ലാതലത്തിൽ കേന്ദ്ര നിർവഹണ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് കീഴിലാക്കുകയും ചെയ്താൽ ഉണ്ടാകുന്നത് ഫെഡറൽ സംവിധാനത്തിന് വലിയ തിരിച്ചടി ഏൽക്കലാണ്. അതേസമയം സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാഭ്യാസത്തിനുണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, അതില് ഭാഗഭാക്കായത്
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, നാട്ടിലെ അധ്യാപക രക്ഷാകർതൃ സമിതികളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെ നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള അനുഭവമാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിയുക. ഫെഡറൽ രീതികളെ ലംഘിച്ച് സംസ്ഥാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വയംഭരണ സാധ്യതകളും ഇല്ലാതാവുന്നത് ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും തിരിച്ചടിയാണ് സംസ്ഥാനത്തിനുണ്ടാക്കുക. സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പരിശീലനം സിദ്ധിച്ച വിഭാഗങ്ങളെ സൃഷ്ടിക്കാനുള്ള സാധ്യത ഇതില്ലാതാക്കും. സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഗവേഷണവും പഠനവും കഴിയാത്ത സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാവുക. കേന്ദ്രം നിശ്ചയിക്കുന്ന മുൻഗണനാ വിഷയങ്ങളനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കണമെന്ന് വന്നാൽ സംസ്ഥാനത്തിൻ്റെ മനുഷ്യ വിഭവശേഷിയുടെ രൂപീകരണത്തിന് തന്നെ അത് പ്രയാസമാണ് ഉണ്ടാക്കുക. പ്രീ പ്രൈമറി കാലം തൊട്ട് ഗവേഷണം വരെയുള്ള മേഖലകളെ കേന്ദ്രീകൃതമായ ഒറ്റ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് പുതിയ നയം ശ്രമിക്കുന്നത്. UGCയെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. ഫലത്തിൽ അക്കാദമിക് ഓട്ടോണമി ഇല്ലാതാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന സമിതിയായ ക്യാബിനെ ഇല്ലാതാക്കി രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് രൂപീകരിക്കാനുള്ള തീരുമാനം അമിത കേന്ദ്രീകരണത്തിനിടയാക്കുന്ന ഒന്നാണ്. ക്യാബിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉപദേശക സ്വഭാവമുള്ള പ്രാതിനിധ്യം നിലവിലുണ്ട്. എന്നാൽ രാഷ്ട്രീയ ശിക്ഷാ ആയോഗിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യമില്ല. ഇങ്ങനെ പ്രാതിനിധ്യമില്ലാത്ത സമിതി വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങളും പ്രവർത്തന പദ്ധതികളും രൂപപ്പെടുത്തുന്നു എന്ന പ്രശ്നവും ഉയർന്നു വരികയാണ്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന കേന്ദ്രീകൃത സംവിധാനം ഗവേഷകരുടെ വിഷയങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പരിമിതപ്പെടുത്തുന്നു. ഇന്ത്യയിൽ പ്രൈമറി തലത്തിൽ തന്നെ 10% വിദ്യാർത്ഥികൾ കൊഴിയുന്നുണ്ട്. സ്കൂളിൽ ചേരുന്നവരിൽ 21%-നടുത്ത് വിദ്യാർത്ഥികൾ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് മുന്നേ കൊഴിഞ്ഞു പോകുന്നുണ്ട്. 11-12 ക്ലാസ്സുകളിൽ 43.5% വിദ്യാർത്ഥികളും ഒഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം രാജ്യത്ത് നിലനിൽക്കുന്നതിന് കാരണം ചില ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരണമാണ്. സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നണിയിൽ കിടക്കുന്നവർ, രാജ്യത്തെ സ്ത്രീകൾ, ഇവരെല്ലാം ഇതിൻ്റെ ഇരകളാണ്. അവരുടെ പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ ശരിയായി വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നത്
പ്രധാനമാണ്. അതിന് ഊന്നൽ കൊടുക്കുന്ന കാഴ്ചപ്പാട് ഈ നയത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല. ഇന്ത്യയിലെ 6-നും 16-നും ഇടയിലുള്ള മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുന്നതിനാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ഈ നയരേഖ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോത്താരി കമ്മീഷൻ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള സ്കൂൾ ഘടനയാണ് പൊതുവെ ഇന്ന് നിലനിൽക്കുന്നത്. ഇത് മാറ്റി രാജ്യത്തൊട്ടാകെ ഒരു അക്കാദമിക് ഘടന തീരുമാനിക്കാനുള്ള നീക്കം പ്രാദേശിക സവിശേഷതകളെ മനസ്സിലാക്കാതെയുള്ളതാണ്. സ്വകാര്യവൽക്കരണത്തിന്റെ രീതികളിലേക്ക് മാറ്റം വരുന്ന തരത്തിലുള്ള ശുപാർശകളും ഇതിലുണ്ട്. സ്ഥാപനം നടത്തുന്നത് സർക്കാരായാലും സ്വകാര്യ ഏജൻസികളായാലും കോഴ്സുകളും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലെ നിർദ്ദേശപ്രകാരം സർക്കാർ കോളേജിൽ തന്നെ സ്വകാര്യ സംരംഭകർക്ക് കോഴ്സുകൾ നടത്തുവാനുള്ള അവകാശം നൽകുന്നു എന്ന പ്രശ്നം ഉയർന്നു വരികയാണ്. ഇങ്ങനെ സർക്കാർ മേഖലയിലെ സ്ഥാപനങ്ങൾക്കകത്ത് തന്നെ സ്വകാര്യവൽക്കരണം എന്ന പ്രശ്നമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപ വർധനവിന്റെ കാര്യം രേഖ എടുത്തു പറയുന്നുണ്ട്. എങ്കിലും സർക്കാർ നിക്ഷേപത്തിന്റെ മേഖലയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല എന്ന പ്രശ്നം പ്രത്യേകമായി തന്നെ ഉയർന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളാവട്ടെ ജനാധിപത്യ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുന്നതാണ്, അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകളെ ദുർബലപ്പെടുത്തുന്ന വിധത്തിലുള്ളതുമാണ്. സ്ഥിരം അധ്യാപകർ ആവശ്യമില്ലെന്ന സമീപനമാണ് മുന്നോട്ട് വെക്കുന്നത്. ട്യൂട്ടർമാരെ ശമ്പളം നൽകാതെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഇതിൽ പറയുകയാണ്. അധ്യാപകരെ വാടകയ്ക്കെടുക്കുന്ന കാര്യം ഇത് വിഭാവനം ചെയ്യുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം കാണേണ്ടതാണ്. സ്ഥിരമായ അധ്യാപകർ ഉൾപ്പെടെ നിലനിൽക്കുന്ന സമ്പ്രദായമാണ്, സംവിധാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇത്തരം സാധ്യതകളെ ദുർബലപ്പെടുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയവും ജനാധിപത്യപരവുമായ വിദ്യാഭ്യാസമാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്ന ഏതൊരു നയവും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തുന്നതാവണം. അങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷത, ജനാധിപത്യ കാഴ്ചപ്പാട്, ഫെഡറൽ സമീപനങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ നയം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ വാക്കുകൾ തന്നെ 2020
ഈ നയരേഖയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. നിലവിലുള്ള ജ്ഞാനരൂപങ്ങളെ ശാസ്ത്രീയമായും യുക്തിസഹജമായും അവതരിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് വിഭാവനം ചെയ്യപ്പെടേണ്ടത്. അതിനൂന്നൽ നൽകുന്ന കാഴ്ചപ്പാടുകൾ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനവും നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസം ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിദ്യാഭ്യാസ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടന്നു വരികയാണ്. നമ്മുടെ ഭരണഘടന നടപ്പിലാക്കുകയും അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കുന്നതിനും ഇടപെടുക എന്നതാണ് സർക്കാരുകളുടെ ഉത്തരവാദിത്വം. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ ഘടന സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കുന്നതിന് സാമൂഹ്യനീതിയും ഗുണനിലവാരവും ഉറപ്പാക്കുന്ന ഇടപെടലാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിവിന്റെ ലോകത്തേക്ക് എത്തിക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം നേടിയ നേട്ടങ്ങളെയാകെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉള്ളടക്കങ്ങളെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകളുമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിക്കാനിടയായത് ഇത്തരമൊരു സമീപനം സർക്കാർ സ്വീകരിച്ചതിൻ്റെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ കാഴ്ചപ്പാട് രൂപീകരിക്കാനുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്തിയാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാനായത്. ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്ത് സാധ്യമായിരുന്നുവെന്നതാണ് ഇത്തരമൊരു മുന്നേറ്റത്തിന് അടിസ്ഥാനമായി തീർന്നത്. അങ്ങനെ പ്രാദേശിക സവിശേഷതകൾക്കനുസരിച്ച് വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തി നാടിന് ചേർന്ന വിദ്യാഭ്യാസ ക്രമം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതകളെയാണ് ഇത്തരത്തിലുള്ള നയം ദുർബലപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കൂടെ വന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ കരട് നേരത്തെ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ടത്. നിയമസഭ ഇത് സംബന്ധിച്ച ഒരു പ്രമേയം ഏകണ്ഠമായി പാസാക്കിയത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ദൗർബല്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രപതി വിളിച്ച യോഗത്തിലും സംസ്ഥാനത്തിന്റെ അഭിപ്രായം ശക്തമായി അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുമുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പോരായ്മകൾ തിരുത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സഹായകരമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. പ്രിയപ്പെട്ടവരെ, ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്ന മുദ്രാവാക്യത്തോടുകൂടി നടക്കുന്ന ഈ റാലി
കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അടുത്തതായി ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഇടതുപക്ഷ ഏകോപന സമിതി കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് എ വിജയരാഘവനാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ശരി. ഫെബ്രുവരി ചെയ്തുകൊണ്ട് അഭിനന്ദനായ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ദേശീയ വിദ്യാഭ്യാസ നയം സൃഷ്ടിക്കാനിടയുള്ള നാനാമുഖങ്ങളായ പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലാകെയും ഈ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള ബഹുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ചുവടുവെപ്പാണ് ഇന്ന് ഈ വെബ് റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമേറിയ ഒരു സാമൂഹ്യ ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന ഒരു വസ്തുതയാണ്, 35 കോടി വരുന്ന വിദ്യാർത്ഥികൾ പ്രാഥമിക ഘട്ടം മുതൽ സർവകലാശാല തലം വരെയുള്ള നമ്മുടെ അടുത്ത തലമുറയുടെ ഭാവിയുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ വിദ്യാഭ്യാസ നയരേഖ. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകും മുമ്പ് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയസമീപനങ്ങളുടെ വ്യതിരിക്തതകളിൽ രൂപമെടുത്ത ഇന്നത്തെ വർത്തമാനത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 27% കുട്ടികൾക്ക് 2ാം ക്ലാസ്സുകാരന്റെ പാഠ്യനിലവാരമില്ല, ഉദ്ദേശിച്ച പാഠ്യനിലവാരമില്ല എന്ന അവസ്ഥയുള്ള നാടാണ് നമ്മുടെ. കണക്കുമായി ബന്ധപ്പെടുത്തി വരുമ്പോ അത് 57% പേർക്ക് പ്രാഥമികമായ കണക്ക് ചെയ്യാൻ, 2ാം ക്ലാസ്സുകാരന്റെ കണക്ക് ചെയ്യാൻ 8ാം ക്ലാസ്സുകാരന് കഴിയുന്നില്ല. സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നിലവാര തകർച്ചയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ ആ ദിശയിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവേണ്ടതുണ്ട്. മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാകട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ നവീകരണത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട തുകയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിഭവ വിനിമയത്തിൽ വലിയ പിറകോട്ടടി ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. 2014-ലും 2019-ലും ഇടയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രം ബജറ്റുകളിൽ നീക്കിവെച്ച തുകയുമായി ബന്ധപ്പെടുത്തിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് GDP-യുടെ 0.64 നിന്ന് 0.45 ചുരുങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള വിഭവ നീക്കിവെപ്പിൽ കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിൽ ഒരു വർധനവും ഉണ്ടായില്ല, കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊരു വസ്തുതയാണ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കുകൾ പരിശോധിച്ചാലും ഇതേ അവസ്ഥയാണ്.
അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ ഘടനയുടെ വിപുലീകരണത്തിനോ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളൊന്നും ഈ ആഗോളവൽക്കരണ കാലത്ത് നടന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. മറിച്ച് വിപരീതമായ കാര്യങ്ങൾ നിരന്തരം നടന്നു എന്ന വസ്തുതയും ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നേരത്തെ നാം നടപ്പിലാക്കിയ പദ്ധതികളുടെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ വേണ്ടിയുള്ള ഒരാത്മാർത്ഥമായ പരിശ്രമം, അതിദുർബലനായ മനുഷ്യൻ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ പ്രാധാന്യം കിട്ടുന്ന തരത്തിൽ അതിൻ്റെ ഒരു പൊളിച്ചെഴുത്ത്, ഈ പുതിയ കാലത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് പുതുതലമുറയ്ക്ക് നൽകാനുള്ള കൃത്യമായ ഒരു ദിശാബോധം, ഇവയൊക്കെയുള്ള ഒരു നയസമീപനമാണ് നാം പ്രതീക്ഷിക്കുക. കോത്താരി കമ്മീഷനെ കുറിച്ച് ധാരാളം പ്രസംഗിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിരുന്നത്. ക്ലാസ് മുറികളിലാണ് നമ്മുടെ തലമുറ രൂപം കൊള്ളുന്നത് എന്ന വിഖ്യാതമായ വാചകം ഒരുപാട് തവണ ആവർത്തിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ് മുറികളെ നിശബ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള, അതിൻ്റെ മികവാർന്ന മുന്നേറ്റത്തെ നിശ്ചലമാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നാനാ മേഖലകളെ അടിമുടി പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. നേരത്തെ ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസത്തെയും സർവകലാശാല വിദ്യാഭ്യാസത്തെയും വേർതിരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നമ്മൾ നവീകരണ സംബന്ധിയായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിദഗ്ധന്മാരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ അനുഭവം നമുക്കുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഡോക്ടർ സക്കീർ ഹുസൈൻ, ദേശീയ പ്രസ്ഥാനം കഴിഞ്ഞ് പുതു ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടപ്പോ ഡോക്ടർ രാധാകൃഷ്ണൻ, അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രപതിമാരായിരുന്ന ആളുകൾ, അവരാണ് വിദ്യാഭ്യാസ സംബന്ധിയായ നവവീക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ സമൂഹത്തിൽ നേതൃത്വം കൊടുത്തത്. അവരെയാണ് ചുമതലപ്പെടുത്തിയത്. ഉയർന്ന വിദ്യാഭ്യാസ വിദഗ്ധന്മാരും വിചക്ഷണന്മാരുമാണ് ഈ രംഗത്തെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യം. ഇവിടെ കോർപ്പറേറ്റ് മുതലാളിമാർ, ടെക്നോക്രാറ്റുകൾ, കമ്മ്യൂണലിസ്റ്റുകൾ, ഇവരെല്ലാം ചേർന്നാണ്, ബ്യൂറോക്രാറ്റുകൾ, ഇവരെല്ലാം ചേർന്നാണ് വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്. അത്തരം ഒരു സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവന്റെ താല്പര്യത്തിന് പരിഗണന കിട്ടുമോ എന്ന ചോദ്യം മർമ്മപ്രധാനമാണ്. അവിടെയാണ് നിരാകരണം എല്ലാ മേഖലയിലും ഈ നമ്മുടെ ഈ അടിസ്ഥാന രേഖയിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിന്റെ വിശദാംശങ്ങളിലേക്ക് ഓരോന്നും അടർത്തിയെടുത്ത് സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷെ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വരുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഖ്യ പ്രശ്നം അതിന്റെ ജനാധിപത്യ ഉള്ളടക്കവും അതിന്റെ ഗുണപരമായ ഉള്ളടക്കവും എന്ന മേഖലയിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതിരിക്കുക എന്നത് ഈ രേഖയുടെ ഏറ്റവും വലിയ പരിമിതിയായി മാറി. നിറയെ പരീക്ഷകൾ, നിറയെ പരീക്ഷണങ്ങൾ, ആ നിലയിലേക്ക് വിദ്യാഭ്യാസ ഘടനയെ അടിസ്ഥാനം 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയെ വളരെ അലസമായി സമീപിച്ചിരിക്കുന്നു, അയുക്തികമായി സമീപിച്ചിരിക്കുന്നു, അശാസ്ത്രീയമായി സമീപിച്ചിരിക്കുന്നു ഈ വിദ്യാഭ്യാസ രേഖ. അവിടെയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണപരമായ, അതിന്റെ ഡെമോക്രാറ്റിക് ഉള്ളടക്കം, അതിന്റെ ഗുണപരമായ ഉള്ളടക്കം എന്നതിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. കൃത്യമായ വർഗീയ അജണ്ടയെ ഒളിച്ചു കടത്താൻ ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ വർഗീയതയ്ക്കൊപ്പം നിർത്താൻ പ്രാപ്തമായ തരത്തിൽ സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ സമീപനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് ഈ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുന്നത് എന്ന് കൃത്യമായ പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെടും. 5 പരീക്ഷകളാണ് കുട്ടികൾക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ഇപ്പോൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. 3 വയസ്സിൽ തന്നെ അത് തുടങ്ങുകയാണ്. അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലേക്കാൾ പ്രാധാന്യം അതിന്റെ പ്രാകൃതവൽക്കരണത്തിന് സഹായകരമായ ഉള്ളടക്കത്തെ ഉൾച്ചേർക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. അവിടെ ചരിത്രം, അതുപോലെ തന്നെയുള്ള നമ്മുടെ പാഠപുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലെ RSS ഉള്ളടക്കത്തെ, RSS സമീപനത്തെ എങ്ങനെ ഈ വിദ്യാഭ്യാസ ഘടനയിൽ കുട്ടികളിൽ തന്നെ അടിച്ചേൽപ്പിക്കാൻ കഴിയും, RSS നടത്തുന്ന സമാന്തര വിദ്യാഭ്യാസ ഘടനയെ എങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഘടനയിലേക്ക് ഉൾച്ചേർക്കാൻ കഴിയും,
അതിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. തീവ്ര ദേശീയതയുടെ അടിത്തറ കൊച്ചു പ്രായത്തിൽ തന്നെ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റാൻ കഴിയുന്ന തരത്തിൽ ഈ വിദ്യാഭ്യാസ സമീപനം രൂപപ്പെടുത്തിയെടുത്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ ഘടനയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ട മേഖല എന്താ? എവിടെയാ പ്രാധാന്യം? 64 ലക്ഷം വരുന്ന അധ്യാപകർക്കാണ് പ്രാധാന്യം. അവരാണ് ഈ കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഈ 64 ലക്ഷം വരുന്ന അധ്യാപകരിൽ ഏതാണ്ട് 11 ലക്ഷം പേർ അശിക്ഷിതരാണ്, ട്രെയിൻഡ്. അവരെ നവീകരിച്ചെടുക്കുന്ന കൃത്യ പരിപാടിയുണ്ട്. മാത്രമല്ല നമ്മുടെ ഏതാണ്ട് 11 ലക്ഷം പോസ്റ്റുകൾ വാക്കന്റ് ആണ്, ആരെയും നിയമിക്കുന്നില്ല. അപ്പോ ഏതാണ്ട് 20%. ആ 20% അധ്യാപക പോസ്റ്റുകളിലേക്ക് അധ്യാപകർ ഉണ്ടാകുമ്പോൾ കൃത്യമായ സുശിക്ഷിതരായ നല്ല മെച്ചപ്പെട്ട അധ്യാപകരെ അവർക്ക് നൽകും. പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പൂർണ്ണമായും ആ മേഖലയെ അവഗണിച്ചുകൊണ്ടാണ് മികച്ച അധ്യാപകൻ കുട്ടികളുടെ ഭാഷാ സൗകര്യങ്ങൾ, ശാസ്ത്രയുക്തി ബോധം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്കുള്ള അവരുടെ ചുവടുവെപ്പ് ഇവയാകെ നടത്തി കൃത്യതയോടുകൂടി രൂപപ്പെടുത്തേണ്ട ഒരു സമ്പ്രദായത്തെ പരിപൂർണമായി ആ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിലെ പൂർണ്ണ പരാജയം നമുക്കിതിൽ കാണാൻ കഴിയും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായും വളരെ പ്രാകൃതമായ കാഴ്ചപ്പാട് എന്നല്ലാതെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രൂപത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ വൻ പരാജയമുണ്ട്. ഒരു കാര്യം നാം മറന്നുപോകരുത്. വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ കാഴ്ചപ്പാട് നാം ജീവിക്കുന്ന കാലത്തിന്റെ ദൈക്ഷണികമായ മികവിനെ മുന്നോട്ട് കൊണ്ടുപോകില്ല. വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പുതുതലമുറക്ക് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ഉത്പാദന പ്രക്രിയയിലെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ പ്രാപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. ആ വീക്ഷണത്തെയാണ് പരിപൂർണമായി നിരാകരിച്ചു വെച്ചത്. സർവകലാശാലയിലേക്ക് പോയപ്പോഴും ഇവിടെ പിണറായി ഇത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ ഒറ്റ തീരുമാനം കൊണ്ട് പൊളിക്കാൻ കഴിയുന്ന കരവിരുതാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തൊഴിൽ ഉൽപാദകരെ, തൊഴിൽ ക്രിയേറ്റേഴ്സിന്, തൊഴിൽ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ നയമാണ് എന്നാണ് ഇത് പ്രധാനമന്ത്രി പറയുന്നത്. തൊഴിലില്ലാത്തവരെയല്ല, തൊഴിലുണ്ടാക്കുന്നവരെ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ വിദ്യാഭ്യാസ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഈ വിദ്യാഭ്യാസ നയത്തിന് തന്റെ പതിവ് വാചക ഘടനയുടെ ആ മഹിമയിൽ അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. പക്ഷേ എവിടേക്കാണ് നമ്മുടെ നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോയത്? 750 സർവകലാശാലകളുണ്ട് നമുക്ക്. ഏതാണ്ട് 70,000-ഓളം നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട് നമുക്ക്. എന്തായിരിക്കും ആ സർവകലാശാലകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും ഭാവി എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വ ബോധമുള്ള സമീപനം നമ്മുടെ ഗവൺമെന്റ് ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ, ഈ നയരേഖ തയ്യാറാക്കുമ്പോൾ രൂപപ്പെടുത്തിയെടുത്തു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയുമായി ബന്ധപ്പെടുത്തിയ കാര്യം? അവിടെയും ഞാൻ പറയുക മികച്ച അധ്യാപകൻ എന്ന ഉത്തരമാണ്. മികച്ച അധ്യാപകനെ നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനാവും. മികച്ച വിദ്യാർത്ഥി മികച്ച അധ്യാപകനാവും. ആ ഗൗരവ ബുദ്ധിയോടുകൂടി ദൈക്ഷണികമായ മുന്നേറ്റവും നമ്മുടെ സാങ്കേതികമായ വളർച്ചയും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഘടനയെ രൂപീകരിക്കാൻ കഴിയും. എന്താ സമീപനം? പൂർണ്ണമായും അതിനെതിരായ സമീപനം ഇവിടെ സ്വീകരിച്ചു. നമ്മുടെ സർവകലാശാലകൾ തന്നെ എവിടേക്ക് എത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ലായിരിക്കും. ഏതാനും കേന്ദ്ര സർവകലാശാലകളെങ്കിലും കുറച്ച് മെച്ചപ്പെട്ട രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏതാണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് 80% പൂർണ്ണ സ്വകാര്യവൽക്കരണമാണ്. നമ്മുടെ നമ്മുടെ സർവകലാശാലകളിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നത്, പൊതു സ്ഥാപനങ്ങൾ എന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദമായി നിശബ്ദമായി നിൽക്കുകയാണ്. അതിന് ഒരു വളർച്ചയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സ്വകാര്യവൽക്കൃത സ്ഥാപനങ്ങളുടെ വളർച്ചയാണ്. അത് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തായാലും സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിലെ ഘടനയിലായാലും. അപ്പൊ എന്താ സംഭവിക്കുക? വൻ ചിലവ് ഈ വിദ്യാഭ്യാസ ഘടനയിൽ ഇപ്പോ സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് വലിയ പൈസ ചെലവഴിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റാൻ പറ്റൂ എന്ന സ്ഥിതി വന്നു ചേർന്നിരിക്കുന്നു. കാരണം വിദ്യാഭ്യാസത്തിന്റെ പൊതു ഇടത്തിന്റെ അളവ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന മൗലികമായ പ്രശ്നമുണ്ട്. എവിടെയാണ് ദരിദ്രൻ എത്തിച്ചേരുക? അവിടെയാണ് പ്രാന്തവൽക്കരിക്കപ്പെട്ടവൻ എത്തിച്ചേരുക? എവിടെയാണ് സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉണ്ടാവുക? പ്രസംഗം നടക്കും, ബേട്ടി ബച്ചാവോ, പിന്നെ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ നടത്താൻ കഴിയും. നീക്കിവെച്ച തുകയുടെ 56% പരസ്യത്തിന് കൊടുത്ത കേന്ദ്ര ഗവൺമെന്റാണ് നമ്മുടെ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിച്ച പണത്തിന് 56% പരസ്യം കൊടുത്തു. അതേ സമീപനമാണ് ഈ നയത്തിലും ഇപ്പോ രൂപീകരിച്ചു കൊണ്ടുവന്നത്. സംഭവിക്കാൻ പോകുന്നത് എന്താ? സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനാഥമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ അഫിലിയേറ്റഡ് കോളേജുകളുടെ അവസ്ഥ എന്താകും എന്നതിനെ സംബന്ധിച്ച് ആശങ്കയോടുകൂടിയല്ലാതെ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? അവിടെ പഠിക്കുന്ന ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ? വളരെ കൃത്യമായ അജണ്ടയിൽ അതിസമ്പന്നന് പഠിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവന് വിദേശ സർവകലാശാലയുടെ ക്യാമ്പസ് കൊണ്ടുവന്നിരിക്കുന്നു. അവന് മെച്ചപ്പെട്ട സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നു. കൃത്യമായ ഒരു അജണ്ടയിൽ ഇതിന്റെ ഈ രണ്ടാക്കി തിരിക്കൽ പൂർണ്ണമാവാൻ പോവുകയാണ്. വേറൊരു ഭാഗത്ത് നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ ഘടനയിലെ ചില മികവുറ്റ ഭാഗങ്ങളെ പൂർണ്ണമായി തമസ്കരിക്കുന്നു. MPhil PhD ഇല്ലാതാക്കുക അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് MPhil PhD ഇല്ലാതാക്കേണ്ടി വന്നത്? എവിടെയാണ് മികച്ച MPhil PhD കോഴ്സുകൾ നമുക്ക് ഉണ്ടായിരുന്നത്? മികച്ച സർവകലാശാലകളിലാണ്. ഗവേഷണത്തിന്റെ ഏറ്റവും മികവുറ്റ ഒരു ഭാഗം എന്നുള്ള നിലയിൽ MPhil ഡിഗ്രിയുടെ തുടർച്ചയിൽ പ്രിലിമിനറി തീസിസ്, അതിനുശേഷം ഗവേഷണം എന്നുള്ള നിലയിൽ സാധാരണ ഒരു ശരാശരി ഗവേഷണ വിദ്യാർത്ഥിക്ക് ഏറ്റവും മികവുറ്റ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കാൻ സഹായകരമായ രൂപത്തിലാണ് ഈ കമ്പൈൻഡ് കോഴ്സിന് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളുടെ ഏറ്റവും വലിയ ആകർഷണം ഈ ഇന്റഗ്രേറ്റഡ് MPhil PhD കോഴ്സുകളായിരുന്നു. നല്ല ഗവേഷണ പ്രബന്ധങ്ങൾ നമുക്ക് കിട്ടിയത് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ്. എന്താ സമീപനം? MPhil അങ്ങ് ഒഴിവാക്കി. ക്വാളിറ്റി എത്ര ഉണ്ട് ഇടിയാൻ പോകുന്നു ഗവേഷണ രംഗത്ത്, അത് ഉറപ്പാക്കാണത്. അതിന്റെ കേന്ദ്ര സംവിധാനങ്ങൾ, കേന്ദ്രീകരണങ്ങൾ, ആ മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി അത് ഇവിടെ വിശദമാക്കി കഴിഞ്ഞു. സംഭവിക്കുന്നത് എന്താ? വലിയ തോതിൽ ക്വാളിറ്റി കുറയാൻ വേണ്ടി പോകുന്നു. എന്താ ഇവിടെ നടന്നിരിക്കുന്നത്? മികച്ച സർവകലാശാലകളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതൊരു RSS അജണ്ടയാണ്. അവർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്തെ RSS അജണ്ടയിൽ ചരിത്രത്തെ പുതിയ RSS കാഴ്ചപ്പാടിനനുസരിച്ച് പുനർനിർണയിക്കേണ്ടതുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ബ്രിട്ടീഷുകാരുടെ വരവ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ചരിത്രം സംബന്ധിച്ചുള്ള വളരെ സയുക്തികമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം എന്നത് മഹാഭൂരിപക്ഷത്തിന് തിരസ്കരിക്കപ്പെട്ടതാണ്. സംഘപരിവാർ ഉയർത്തിക്കാണിക്കുന്ന ഏറ്റവും മികവുറ്റ ഭൂതകാലം എന്ന് നാം മറന്നുപോകരുത്. ഇവിടെ സംഭവിക്കുന്ന അവിടെ സംഭവിച്ചെന്താ? വരേണ്യന്, ബ്രാഹ്മണന് മാത്രം വിദ്യാഭ്യാസം ഒതുക്കി കൊടുത്ത ഒരു കാലത്ത്, സവർണാധിപത്യത്തിലെ ഉയർന്ന ആളുകൾക്ക് മാത്രം വിദ്യാഭ്യാസം ഒതുക്കി കൊടുത്ത ഒരു കാലം സൃഷ്ടിച്ച അപകടം, നൂറ്റാണ്ടുകളുടെ അടിമത്തം സമ്പാദിച്ച ഒരു രാജ്യമാണ് നമ്മുടേത് എന്ന തിരിച്ചറിവ് ഒരു കാലത്തും ഉണ്ടാവാതെ പോകണം എന്നുള്ള നിലയിൽ ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാത്ത സംഘപരിവാർ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രാക്തന കാലത്തിന്റെ തെറ്റായ ധാരണകളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന അവരുടെ അജണ്ടകളുടെ 1, 2, 3 പ്രതിരോധിക്കാൻ നമ്മുടെ ക്യാമ്പസുകൾ തയ്യാറായി വരുന്നുണ്ട്. അധ്യാപകനും വിദ്യാർത്ഥിയും അതിനെ തകർക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയാണ്. വിശേഷിച്ച് ഈ അടുത്ത കാലത്ത് ഏറ്റവും ശക്തമായ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിരോധങ്ങൾ രൂപപ്പെടുത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും സർവകലാശാലകളും എന്ന ഏറ്റവും മികവാർന്ന സങ്കലനത്തെ തകർക്കാനുള്ള RSS ഗൂഢാലോചന വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. ഉന്നത വിദ്യാഭ്യാസ സംബന്ധിയായി ഈ രേഖയിൽ സംഘപരിവാർ, നമ്മുടെ BJP ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇതിന്റെ അപകടം. അവിടെ പതിയിരിക്കുന്ന അപകടത്തിലെ മറ്റൊരു ഭാഗം ഉയർന്നു വരുന്ന പ്രതിരോധത്തെ നിശബ്ദമാക്കുക എന്നുള്ളതാണ്. ആഗോളവൽക്കരണ നീതിക്രമം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും ആപത്കരമായ ഒരു ഭാഗം വിദ്യാഭ്യാസ ലോണുകളുടെ വലിയ തുകയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങൾ ആരംഭിക്കുക,
വലിയ ഫീസ് അവിടെ ചുമത്തുക. ആ വലിയ ഫീസിന് കണക്കാക്കി കുട്ടികളുടെ കുടുംബത്തിന്റെ പറമ്പ് പണയം വെച്ച് വിദ്യാഭ്യാസ ലോൺ വൻതുകകൾ നൽകുക. 5 വർഷം കഴിയുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരിക. 25 വയസ്സിൽ പ്രായമുള്ള ഒരു തലമുറ മുഴുവൻ വലിയ കടബാധ്യത, അനേക ലക്ഷത്തിന്റെ അല്ലെങ്കിൽ കോടികളുടെ കടബാധ്യതയുടെ ഇരയാവുക എന്നത് ആഗോളവൽക്കരണ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വലിയ പരിമിതിയാണ്. അതേ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നിശബ്ദനാക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സൃഷ്ടിക്കാനാണ്, ക്ലാസ് മുറിയിൽ നിന്ന് ഒരു വിധേയനെ സൃഷ്ടിച്ചെടുക്കാനാണ്. വളരെ ബോധപൂർവമായി നമ്മൾ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിലേക്ക് നോക്കിയാൽ വളരെ കൃത്യമായി കാണാൻ കഴിയും. ഇന്നത്തെ ലോകത്ത് സാമ്പത്തിക ഉദാരവൽക്കരണം, വലതുപക്ഷ രാഷ്ട്രീയം രൂപീകരിച്ച പ്രതിലോമതയെ പിൻപറ്റുന്ന ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഈ വിദ്യാഭ്യാസ നയത്തിന്റെ അടിത്തറയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവിടെയാണ് പ്രശ്നം. വലിയ വിനാശം സർവകലാശാലയ്ക്ക് വരാൻ പോകുന്നു. അധ്യാപകൻ, മികച്ച വിദ്യാർത്ഥി ഒരിക്കലും അധ്യാപകനാവില്ല. കാരണം 3 കൊല്ലം കഴിഞ്ഞാൽ പണി കളയുന്ന, 5 കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചുവിടുന്ന, സ്ഥിരത എന്നൊന്ന് ഇല്ലാതെ പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും മികച്ച വിദ്യാർത്ഥി അധ്യാപകനാവുകയോ? നമ്മുടെ കുട്ടികൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഡി എന്ന് പറയുന്ന മറ്റേ നമ്മുടെ അക്രഡിറ്റേഷനിലെ ഡി ഉണ്ടല്ലോ, അക്രഡിറ്റേഷനിലെ ഡി കിട്ടുന്ന സ്ഥാപനങ്ങളിലാണ് മഹാഭൂരിപക്ഷം വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്നത്. ഇവിടെ മികച്ച വിദ്യാർത്ഥിക്ക് ഓട്ടോണമസ് കോളേജ് ഉണ്ടായി കൊടുക്കും. എയും A+ഉം ബിയും B+ തുടർച്ചയായി കിട്ടുന്ന മികച്ച വരണ്യവൽക്കരിച്ചവന്റെ വിദ്യാഭ്യാസ ഇടം സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല. പാവപ്പെട്ടവന് ഈ സർവാണി സദ്യയിൽ വെറുതെ ഇരുന്ന് പോവുക. 4 കൊല്ലത്തെ കോഴ്സ് പൂർത്തീകരിക്കില്ല, വഴിയിൽ വെച്ച് കഷ്ണമാക്കിയ സർട്ടിഫിക്കറ്റുമായി പോകാം. കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പാവപ്പെട്ടവനെ വഴിയിൽ വെച്ച് തന്നെ പുറത്തേക്ക് തള്ളാൻ കഴിയുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ അപകടം നിറഞ്ഞ സമീപനം നമുക്ക് ഈ വിദ്യാഭ്യാസ നയരേഖയുടെ വിവിധ മേഖലകളിൽ കാണാൻ കഴിയും. ചുരുക്കത്തിൽ, ദേശീയ സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച നല്ല ഐക്യബോധം പൂർണ്ണമായി നിരാകരിക്കുന്ന, ആഗോളവൽക്കരണത്തിന്റെ വിദ്വേഷ പ്രത്യയശാസ്ത്ര സംഹിതകളുടെ പതാകവാഹകരാവാൻ പുതിയ തലമുറയെ നിർബന്ധിതരാക്കുന്ന, നമ്മുടെ കാലത്തിന് ആവശ്യമായ പ്രതിരോധ പോരാട്ടങ്ങളിലേക്ക് അവൻ കഴിവില്ലാതെ ഇടപെടാൻ കഴിയാത്തവനായി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധം എന്നത് അനിവാര്യമാണ്. ബദലുകൾ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു കാലമാണിത്. ഇവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. കേരളം സ്വീകരിച്ച ബദൽ നിലപാടുകൾ ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ഒരാഴ്ച ഈ കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ല ഇത്രയേറെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യ വിപുലീകരണം ഏറ്റവും താഴെ നാട്ടും പുറങ്ങളിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് വിഭവത്തിന്റെ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു കാലത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം നടത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ അടിത്തറയെ വിപുലപ്പെടുത്തുന്ന അത്യുജ്വലമായ മുന്നേറ്റം നടത്തുകയാണ് ഈ കേരളം. അതിന്റെ മാറ്റത്തിന്റെ വ്യത്യസ്തതകൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. അസാധ്യമായതല്ല ഇത്, സാധാരണക്കാരനെ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അവിടെ ആ ഭാഗത്തെ മുഴുവൻ ഒഴിവാക്കി തങ്ങളുടെ സങ്കുചിത താല്പര്യ പരിധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ആപത്തിലേക്ക് പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ പ്രതിരോധിക്കുക എന്നത് ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇന്നത്തെ ഇന്ത്യയിലെ അഭിമാനകരമായ കാര്യം ആ പ്രതിരോധം ഉയരുന്നു എന്നുള്ളതാണ്. വിദ്യാലയങ്ങളാണ് ആദ്യമായി, ക്യാമ്പസുകളാണ് ആദ്യമായി ഈ നയത്തിനെ, ഈ മോദിയെ, ആരും എതിർക്കാനില്ലാത്ത മോദിയെ എതിർത്തു തുടങ്ങിയത്. ഇതാ കൃഷിക്കാരൻ കൃഷിയിടങ്ങളിൽ നിന്ന് ആ പോരാട്ടം നടത്തുകയാണ്. ദളിതന്റെ ശബ്ദം മുഴങ്ങാൻ പോവുകയാണ്. മോദിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നിടത്ത് നിന്ന് പ്രതിഷേധത്തിന്റെ വലിയ സിംഹനാദങ്ങൾ ഉയരാൻ പോവുകയാണ്. ആ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്താനാകുമോ എന്ന ഒരു പരീക്ഷണം ഈ നയത്തിലൂടെ അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഹിഡൻ അജണ്ടകൾ മുഴുവൻ അതിന്റെ പിന്നിലുണ്ട്. ഒളിച്ചു കിടത്തുന്ന ഈ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് തിരിച്ചറിവിന്റെ പുതിയ ലോകം സൃഷ്ടിച്ച് ഈ നയത്തെ തിരുത്തിക്കാൻ കഴിയുന്ന ബഹുജന മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ള നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തെ നമ്മൾ തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ മികവാർന്ന പങ്കാളിത്തമുണ്ട്. ഇന്നത്തെ ഫെബ്രുവരിക്ക് വലിയ കരുത്തുറ്റ പ്രതിരോധം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസത്തിലൂടെ രൂപപ്പെടുത്താനാവണം എന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, അടുത്തതായി ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് മുൻ പാർലമെന്റ് അംഗവും
CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് KN ബാലഗോപാലാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ മാഷ്, ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞു. തൊട്ടു മുമ്പ് സംസാരിച്ച A വിജയരാഘവൻ, ഹരീഷൻ മാഷ് ഉൾപ്പെടെയുള്ള ഇതിൽ പങ്കെടുക്കുന്ന ഈ പാനലിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോക്ടർ അനിത റാംപാൽ തുടർന്ന് സംസാരിക്കും. അവരുടെ സംസാരം കേൾക്കുന്നതിന് നമ്മളെല്ലാം താല്പര്യപൂർവ്വം ഇരിക്കുകയാണ്. പ്രിയമുള്ള ഈ വെബ്രാലിൽ കേൾക്കുന്ന മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും വിപുലമായ പരിപാടികളിൽ ഒന്നായിരിക്കും ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ വെബ്രാലി എന്നാണ് ഞാൻ കരുതുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം കേരളത്തെ സംബന്ധിച്ച് അത്രയേറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങളും അതിന്റെ നന്മയും ആഗ്രഹിക്കാത്തവരാരും കേരള സമൂഹത്തിലില്ല. അതിനുണ്ടാകുന്ന ഒരു തകർച്ച വളരെ ഗൗരവത്തോടു കൂടി കാണുന്നവരാണ് കേരളത്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ പിന്തുണയാണ് ഇന്ത്യയിലാകെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് ഈ വെബ്രാലിക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിദ്യാഭ്യാസ വിരുദ്ധതയാണ്. അതിനെതിരായി ഇന്ത്യയിലാകെ ശക്തമായ പ്രതിഷേധം വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ, ആ പ്രതിഷേധം ശക്തിപ്പെടുത്താനും നയത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുവാനുള്ള ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഈ യോഗം ചേരുന്ന സമയത്ത് തന്നെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഗവൺമെന്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തിരിക്കുന്ന ആവശ്യം ഈ നയത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുള്ള നയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കത്തുകൾ ഓരോ സംസ്ഥാനത്തേക്കും പോയിരിക്കുകയാണ്. കാരണം അവരിത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ആലോചിക്കുന്നു, അവരുടെ നയത്തിൽ മാറ്റമില്ല. പക്ഷെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനായി തീരുമാനിച്ച സമയത്തുണ്ടായതിനേക്കാളും കൂടുതൽ എതിർപ്പും ഇതിനെതിരെയുള്ള വിമർശനവും രാജ്യത്താകെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. നേരത്തെ A വിജയരാഘവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഡിയെ ചോദ്യം ചെയ്യാനായിട്ട് ശക്തികളുണ്ട്, ശക്തമായ ശബ്ദം ഉയർന്നു വരുന്നുണ്ട് എന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും വന്നു. വിദ്യാർത്ഥികളും ക്യാമ്പസുകളുമാണ് ആദ്യം രംഗത്ത് വന്നതെങ്കിൽ തുടർന്ന് ഓരോരോ മേഖലയിൽ നിന്ന് ഈ എതിർപ്പ് വന്നു തുടങ്ങി. ഏറ്റവും അവസാനം കർഷകരുടെ വലിയ പ്രക്ഷോഭത്തിനെ തുടർന്നിട്ട് എന്തൊക്കെയോ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് ജനവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം UP-യിലെ ആ പെൺകുട്ടിക്ക് നേരെ നടന്നതും സ്ത്രീകൾക്ക് നേരെ പൊതുവിൽ നടക്കുന്നതുമായ പീഡനങ്ങൾ, അതിനോട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനവും എല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ 6 വർഷക്കാലത്തെ പല പരിഷ്കാരങ്ങളും പലതരത്തിലുള്ള പ്രചരണം കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ ദൂഷ്യവശങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്നിപ്പോ ശക്തമായ പ്രതിഷേധം വരുന്നു. അതോടൊപ്പം ഇത്തരം നയങ്ങൾക്കെതിരായി ലോകവ്യാപകമായി തന്നെ ശക്തമായ എതിർപ്പ് വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രതിഷേധത്തിന് കൂടുതൽ കരുത്തു പകരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു, മുതലാളിത്തം കോവിഡിന് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കമ്പോളത്തിന്റെ മാന്ത്രിക വിദ്യകളൊന്നും ഫലപ്രദമല്ല എന്ന് തെളിഞ്ഞു തുടങ്ങി. കമ്പോളത്തിന്റെ മാർക്കറ്റ് നിയമങ്ങൾ അനുസരിച്ച് ലോകം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എതിരായി, അല്ലെങ്കിൽ അത് ലോകത്തെ ജനങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ പരാജയപ്പെടുന്നു എന്നുള്ള നിലയിൽ വളരെ ബഹുമാനായ ലോകത്തെ വലിയൊരു വിഭാഗം ആളുകൾ ആരാധിക്കുന്ന മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു എന്നുള്ളതും ഇത്തരം നയങ്ങൾ ലോകത്താകെ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് വരുന്ന അഭിപ്രായങ്ങളുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ നയത്തിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കുറച്ച് കടന്നുപോയിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഏറെ സെമിനാറുകൾ നടന്നിട്ടുള്ള കേരളത്തിൽ അതിന്റെ വിഷയങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല. നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം ആകെ ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഉടച്ചു വാർക്കുക എന്ന് പറയുമ്പോൾ ഉടച്ചിട്ട് വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്വഭാവങ്ങളുള്ള സംസ്ഥാനങ്ങളെയും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും യൂണിവേഴ്സിറ്റികളെല്ലാം ഉടച്ച് അതെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വാർപ്പിൽ ഒരൊറ്റ സാധനമാക്കുക, ഒരൊറ്റ വിദ്യാഭ്യാസമാക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. വൺ ഇന്ത്യ, വൺ മാർക്കറ്റ്, വൺ ഇന്ത്യ, വൺ ലോ തുടങ്ങി ധാരാളം കാര്യങ്ങൾ. ഇപ്പൊ വൺ ഇന്ത്യ, ഒരു ഇന്ത്യ, ഒരു പാർട്ടി, ഒരു ഇന്ത്യ, ഒരു നേതാവ് തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാഭ്യാസ രീതി, മോണോലിത്തിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. സ്കൂൾ മുതൽ കോളേജ് വരെ കൊണ്ടുവരുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവത്തെ പറ്റി നമ്മുടെ പറഞ്ഞു വിശദമായി അറിയുന്ന ആളുകളാണ്. 3-ാം വയസ്സിൽ ക്ലാസ്സിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് 3 വയസ്സുള്ള കുട്ടി
പഠിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ 3 വയസ്സുള്ള കുട്ടി തന്നെ സ്കൂളിലേക്ക് പോകുന്ന ഔപചാരികതയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്കൂളിലെ വിദ്യാഭ്യാസം 15 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ 5, 3, 4 എന്നൊക്കെ പറഞ്ഞ ഒരു വർഷങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒരു മെയിൻ സ്ട്രീമായി മാറുകയും അവിടെ നിന്നുള്ള ആളുകൾ പ്രത്യേകം തിരിഞ്ഞു പോവുകയും തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആണ് ഒരു കാര്യം. സിലബസിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കേന്ദ്രീകൃതമാകുന്നു. അവിടുന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലുള്ള എല്ലാ ജനാധിപത്യവും എടുത്തു കളയുന്നു. നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ള ഇന്നുള്ള തനതായ ഓരോ സർവകലാശാലയിലും പഠിപ്പിക്കുന്ന കോഴ്സുകളും അവിടുത്തെ കോഴ്സ് കണ്ടന്റും ഒക്കെ പ്രാദേശികമായ പ്രത്യേകത കൂടി ചേർത്താണെങ്കിൽ ഇനി അത് ഉണ്ടാവില്ല. മുഴുവനും കേന്ദ്രീകരിക്കുന്നു. ഇന്നിപ്പോ സ്കൂൾ എഡ്യൂക്കേഷനിൽ CBSE, ICSE തുടങ്ങിയ സിലബസിനകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരേ കാര്യമാണ് പഠിക്കുന്നതെങ്കിൽ പഠിക്കേണ്ടി വരും. പ്രാഥമിക സെക്കൻഡറി തലത്തിലൊക്കെ അങ്ങനെ പഠിക്കേണ്ടി വരും. പക്ഷെ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത കൂടി പഠിക്കണം. പക്ഷെ അങ്ങനെ പഠിക്കുന്നതിനൊപ്പം ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യം കൂടി കുറച്ചുകൂടി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ സ്വഭാവം മാറി എല്ലാം നേരിട്ട് തീരുമാനിക്കുന്ന സ്ഥിതി വരും. എന്ന് മാത്രമല്ല മെഡിസിനും അതുപോലെ ലോയും ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരുമിച്ച് തീരുമാനിക്കുന്ന ഒരൊറ്റ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണല്ലോ പുതിയ നയം. ചുരുക്കി പറഞ്ഞാൽ കേരള സർവകലാശാലയിലെയോ കാലിക്കറ്റിലെയോ ഗാന്ധിയിലെയോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയോ ഒരു കോളേജിൽ കാസർഗോഡുള്ള ഒരു കോളേജിലെ കോഴ്സ് തീരുമാനിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടുത്തെ സിലബസ് തീരുമാനിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പുതിയ ബികോം വേണമോ പുതിയ കോളേജ് വേണോ എന്ന് തീരുമാനിക്കുന്നത് സർവകലാശാലയാണെങ്കിൽ ഇനി മുതൽ അത് മുഴുവൻ തീരുമാനിക്കുന്നത് കേന്ദ്രത്തിന്റെ ഏജൻസി ആയിരിക്കും. കേന്ദ്രം എൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആയിരിക്കും. ഇപ്പൊ നമുക്ക് അതിന്റെ അനുഭവം ഉണ്ട്. മറ്റു ചില മേഖലകളിൽ എഞ്ചിനീയറിംഗിന്റെ സീറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും B.Ed കോഴ്സ് നടത്തണമെന്ന് തീരുമാനിക്കുന്നതും വേണ്ട എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ കേന്ദ്രത്തിന്റെ ഏജൻസികളാണ്. അതേപോലെ കോളേജ് എഡ്യൂക്കേഷൻ പൂർണ്ണമായി വരും. ഇങ്ങനെ മുഴുവൻ വിദ്യാഭ്യാസവും കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ അപകടമുണ്ട്. അതിന്റെ സിലബസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സിലബസിനകത്ത് കൊടുക്കാൻ പോകുന്നതും തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളത് BJP ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളതിന്റെ സൂചനകൾ വന്നിട്ടുണ്ട്. ഇത് പൊതുഘടന സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ജനാധിപത്യപരമായ സംവിധാനങ്ങളും പോകും. ഏറ്റവും താഴെയുള്ള കോളേജുകളുടെ കോഴ്സുകൾ തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതിനൊപ്പം വിദ്യാഭ്യാസ അധ്യാപകരുടെ കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ ടെന്യൂർ ബേസ്ഡ് ആവും അധ്യാപകർ. ഈ തരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സിലബസും പാഠ്യപദ്ധതി അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഇടപെടൽ, അതുപോലെ അക്കാദമികമായിട്ടുള്ള ഭരണം, അക്കാദമിക ഭരണത്തെ സംബന്ധിച്ചുള്ള ഇടപെടൽ, അതുപോലെ അക്കാദമിക ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഇടപെടൽ എല്ലാ മേഖലയിലും കാര്യങ്ങൾ കൊണ്ടുവരികയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നയത്തിന്റെ പ്രത്യേകത. അത് കൂടുതൽ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന ബോധം ഇപ്പോ കുറച്ചുകൂടി ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിതിന്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർവകലാശാലകളിൽ പകുതിക്കടുത്ത് കേന്ദ്ര സർവകലാശാലകളിൽ തന്നെ വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്ന തരത്തിലേക്ക് കിടക്കുന്ന വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടി സർക്കാരിന്റെ ശ്രദ്ധയില്ലാതെ വരും. പകരം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രേഖയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഓൺലൈനും ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ സാധ്യതകളും പുതുതായി ലോകത്ത് രൂപപ്പെട്ടു വരുന്ന ആളുകളെ തീരെ ഉപയോഗിക്കാത്ത, മനുഷ്യന് അധ്വാനത്തിനും മനുഷ്യനും വിലയില്ലാത്ത ഒരു സാമൂഹ്യ ക്രമത്തിന്റെ ഊടും പാവും നെയ്യുന്നതിന്റെ ആദ്യ ചില ഘട്ടങ്ങൾ ഈ വിദ്യാഭ്യാസ നയത്തിൽ കാണാം എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വലിയ തോതിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷനൊക്കെ സാങ്കേതിക വിദ്യകൾ വേണ്ടി വരും. പക്ഷെ ആ സാങ്കേതിക വിദ്യ കൂടുതൽ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവർലെസ് കാറും മറ്റും ഉള്ളതുപോലെ പ്രൊഫസർലെസ് യൂണിവേഴ്സിറ്റിയും ടീച്ചർലെസ് സ്കൂളും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടി വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ വരുന്നു. കൂടുതൽ ആളുകളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അധ്വാനത്തിന് പ്രാപ്തരാക്കേണ്ട ഒരു കാലഘട്ടമല്ല വരുന്നതെന്നും അതിനു പകരം ഇതെല്ലാം മെഷീനുകൾ ചെയ്യുമെന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ പരമാവധി ആളുകളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾ ഏറ്റെടുക്കുക എന്നുള്ള പഴയ ഉത്തരവാദിത്വത്തിന്റെ കടമയിൽ നിന്ന് മാറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതപ്പെട്ട ആളുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം എത്തിച്ചേർന്നാൽ മതി എന്നൊരു ബോധം കൂടി വരുന്നുണ്ട് ഇത്തരം നയങ്ങളുടെ ഭാഗമായി. ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആയിരിക്കും ഒരു പ്രധാനപ്പെട്ട മേഖല. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞു. അംബാനിയുടെ നേതൃത്വത്തിലുള്ള ജിയോ യൂണിവേഴ്സിറ്റിയും അതുപോലെ മറ്റ് 1-2 യൂണിവേഴ്സിറ്റികളും ആ മേഖല തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി വരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം വരണം. പക്ഷെ ഇപ്പോ വളരെ വേഗത്തിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കം. നമ്മുടെ സർവകലാശാലകളിൽ തന്നെ സർവകലാശാലകൾ ഈ മേഖലയെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ നടത്താൻ വേണ്ടി ആലോചിച്ചു. ആ സെമിനാറുകൾ
നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എഫക്റ്റീവായിട്ട് നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഓരോ ഘട്ടമായിട്ട് നടപ്പിലാക്കുന്നത് എന്നുള്ളത് ചോദിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മളെല്ലാം ആവർത്തിച്ച് പറയുന്നത് പോലെ ഇന്ത്യയിൽ മുഴുവൻ ഒരൊറ്റ കഥയും ഒരൊറ്റ സംസ്കാരവും ഒരു പാരമ്പര്യവും മാത്രമാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ആകെ ഘടന മാറ്റുന്ന തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി എല്ലാം തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ട കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഇന്നിപ്പോ നമ്മൾ വിചാരിക്കുന്നതിൽ അധികം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ടാവും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് മാത്രം എടുത്താൽ 70 ലക്ഷത്തോളം വീടുകളിലേക്ക് ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ആ മേഖലയിലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കുറച്ചുകൂടി നമ്മുടെ പ്രചരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കർഷകരുടെ വലിയ കലാപം വരാൻ കാര്യം ചന്തയിൽ കൊണ്ടു കൊടുക്കുന്ന ഗോതമ്പിന് വില 18 രൂപ ഒരു കിലോയ്ക്ക് കിട്ടുന്നു. കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന അധികം സബ്സിഡി കൂടി ചേർക്കുമ്പോൾ 8 രൂപയും കൂടി ചേർക്കുമ്പോൾ 27 രൂപ വരെ 1 കിലോ നെല്ലിന് കിട്ടുന്നു കുട്ടനാട്ടിലും പാലക്കാട്ടിലും എന്നുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഇല്ലാതാവുന്ന കൃഷിക്കാരന് പെട്ടെന്ന് മനസ്സിലാവും ഈ പണം പോവും. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം വരും. അതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളൊന്നും ചേർന്നല്ല സമരം നടത്തിയെന്ന് നമുക്കറിയാം. പക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം പോലും അതിനെതിരെ ഈ മാർക്കറ്റുകൾ ഇല്ലാതാക്കുന്ന നിയമത്തിന് അനുകൂലമായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കർഷക സമരത്തിലേക്ക് പോയത് എന്താ? കൃഷിക്കാർ അതിശക്തമായി സമരത്തിന് മുന്നോട്ട് വന്നു. നേരത്തെ ഇടതുപക്ഷ പുരോഗമന ശക്തികൾ മാത്രം, അത്തരം കർഷക സംഘടനകൾ മാത്രം, കർഷകരും കർഷക തൊഴിലാളികളും ചേർന്ന് നടത്തിയ സമരത്തിനൊപ്പം നിൽക്കാൻ ഇവരെല്ലാം തയ്യാറാകുന്നു. കർഷകർക്ക് കിട്ടുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്നു എന്നുള്ള പ്രശ്നം മുന്നേ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ പോരായ്മ വരുന്നത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക. അത് പഠിപ്പിച്ചാൽ മാത്രമേ ജനങ്ങളെ അണിനിരത്താൻ കഴിയൂ. GST എന്ന് പറയുന്ന ടാക്സ് സമ്പ്രദായം വന്നപ്പോൾ ഇന്ത്യയിലെ കച്ചവടക്കാരും പല സംസ്ഥാന ഗവൺമെന്റുകളും വിചാരിച്ചത് സംസ്ഥാനങ്ങൾക്ക് വരുമാനം കൂടുതൽ കിട്ടുമെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ട്രാപ്പായിരുന്നു. ഇന്ത്യയിലെ മുതലാളിമാർക്ക് അവരുടെ സാധനങ്ങൾ യഥേഷ്ടം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ബാരിയർലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അതിർത്തികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു GST കൊണ്ടുവന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നു അത്രയും പെട്ടെന്ന് മനസ്സിലാവില്ല വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യം, കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് നന്നായിട്ട് താഴോട്ട് എത്തിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ഈ പുതിയ സമ്പ്രദായത്തിന്റെ അപകടകരമായ അവസ്ഥകളെ പറ്റി പഠിപ്പിക്കുവാനും കൂടുതൽ പ്രചരണം ഉണ്ടാവണം. അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഇവിടെ ഇന്ന് സംഘടിപ്പിച്ച ഈ വിദ്യാഭ്യാസ സമിതി സംഘടിപ്പിച്ച ഉജ്ജ്വലമായ പരിപാടി, വളരെ മാതൃകാപരമായ പരിപാടി കേരളത്തിലാകെ കൂടുതൽ ശക്തമാക്കണം. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി ഈ പ്രചരണം കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറേയേറെ കാര്യങ്ങളിൽ അത്തരം മേഖലകളിലെ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ സംഘടനകളുടെ പ്രവർത്തനം കൂടി ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല പരിപാടിക്ക്, അല്ലെങ്കിൽ ഈ ശക്തമായ പ്രതിഷേധ പരിപാടിയുടെ തുടക്കമായിട്ട് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ പിന്തുണയും ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. Friends, the next speaker of the day is Professor Anitha Rampal, an eminent educationist and a former professor of the Department of Education of Delhi University. I request Dr. Anitha Rampal to address this rally. Thank you for having me here on this very, very important issue that KST has taken up. I think one of the major issues before us is that even though a policy has come after 34 years with a lot of expectations, it has come at a time when there's complete clampdown, and also there was no parliamentary debate, there's been no discussion. Even though from last year onwards, when we saw the 500-page draft, it is clear to us the direction that this policy is taking. And even legal experts, in fact, last year had questioned the whole thrust of trying to set up an National Education Commission, the Rashtriya Shiksha Ayog, which is contrary to the Constitution, is contrary to the federal structure, is contrary to the fact that states should be making their own policy under the concurrent subject. Luckily, that is not there. So luckily, a lot of opposition that came in from states as well as from legal experts have enforced that idea to be removed. But there are many other ideas which are equally worrying, especially when it comes to a very centralizing agenda.
And the centralizing agenda is there for everyone to see, so much so that even the school textbooks, which is very clearly meant to be, set up, developed by states, and state organizations exist. But this document very clearly says that there will be a national component, a national essential component, which will be decided by the national body, which is the NCERT, and that will have to be mandated. And that states will then add local content and local flavor. Now, that again sounds very condescending when a policy says that states will add some local flavor or some local stories, because that is not the purpose of a curriculum. That is not how we look at it, both constitutionally as well as educationally. Educationally, we know that education is rooted in a cultural context, is rooted in the environment of a child. And that's why this policy, in fact, right at the beginning, it gives you its vision in 2-3 lines. That's all. There is no discussion of what has come before the policy. Normally, we expect every policy to tell us what happened in the last few years, what were the challenges, what is it that could not be achieved, what is it that this policy wants to achieve. This policy does not do anything. In 2 lines, it tells us that a right to education came in 2010, that's all. And after that, it doesn't talk about the right to education. In fact, it contradicts. It contradicts a fundamental right to education right through its chapters and its sections, and I'll come to that. But the vision that it talks about is even more disturbing, because it says that it envisions an education system rooted in the Indian ethos that contributes directly to transforming India, that is Bharat. And then it goes on to say that making it into a global knowledge superpower with truly global citizens. Now, what are these global citizens? In education, we find this very worrying when elite schools, even in our country, they claim to be making global citizens. They say they're producing global citizens, and they also say that they're almost producing them with the ISO mark, like you have the standardized mark of a product produced by the factory. So these elite schools, when they say global citizens, what we find is that these students are socialized in such a way that they can talk of very distant kind of issues. They can talk of the ozone layer, or they can sign or online petition to put their voice to some larger issue. And they don't at all relate to the more local issues, something that may be just outside the building, outside the gate of the school, or the problem of water, or the problem of pollution, or anything. They don't relate to that. So much so that when, and I have written about this earlier because we saw in Delhi, many schools said they're going to celebrate Clean My City Day, like we have the World Environment Day. They said, clean my city should be clean. And in that, they asked to remove all the hawkers, all the people on the pavements, all the sellers, vegetable sellers, to remove all that, to remove squatters. And this was their idea of my clean city. So you can understand that this truly global citizen does not have any empathy and does not connect with the ordinary citizen of the same city. And they think cleaning the city is remove everyone and throw them 50 kilometers away from the city, like many of our urban development projects do. They take all the jhuggi jhompris and they throw them away somewhere far away from the city. So just like these problematic notions of development might pervade our thinking and the way our notions of smart city, or today we can find that often students of schools
who are very far off from from their local realities, look at that as being a global citizen. And that is something we have to fight against. In education, we actually try and say that try and understand what are the local contextual issues. Even abstract theories have to be concretized in terms of local concrete issues. And that is how children learn. In fact, children learn because learning is a social process, and it's a social constructivist process when children actually construct knowledge from their environment, from what they see and what they question and what they learn to rethink and rephrase. So this policy, even when it talks of Indian ethos and the names of Indian scholars that it gives, it's very clear that there's a very small subset of upper caste scholars which it recognizes. It doesn't recognize any other scholarship in the country. And so that is a problem. What is this Indian ethos? Because as even when we frame the NCRT syllabi after the NCF 2005, we even said, what is food? There is nothing like one food. I cannot say that what I think is food for the whole country or is food for every citizen. What I think is delicious may not be, or what someone else thinks delicious may not be as delicious for me. So we have questioned through education, which is in fact a pedagogy of empathy, which makes us look beyond our boundaries. First, we look at our own context, and then we look at beyond our context, that what can be food for someone else may not be for me. And in today's context, in today's India, which is becoming more and more divisive, which is becoming, in fact, for even a young child from a different religion, a Muslim child or a Dalit child, the way the system looks at this child has to be very consciously constructed with empathy, with compassion, and with deeper understanding. So for us, education pushes the boundaries for every learner to try and understand what is this larger ethos that we can call Indian ethos. It is not limited to one religion or not limited to one caste. And that is a difficult lesson. In fact, in today's society, that is most crucial through education. And our Supreme Court has often told us, even when the Supreme Court had actually mandated 25% seats in all schools for economically weaker sections, it made it very clear that this was not just to give so-called good quality education to a poor child, but it was to give a good education and a good exposure and to strengthen the social fabric of democracy of those privileged children who did not know what their country was all about or did not know what their fellow beings and what the lives of children like them were all about. So that is what midday meal is for the Supreme Court, a forum where children can eat together a meal which they don't happen to in their normal lives, in their everyday lives, because lives have become so divided and so unequal. So this policy, in fact, is not giving us that confidence, because one, whenever it talks of constitutional principles, it always prefaces those principles with what it calls ethical and human values. What happens with that is that in a list of 25, 30 so-called human and ethical values, even something like protection of public property or not littering or cleanliness or courtesy, these come right at the beginning. And the last of all these 25 values are actually equality and justice. So this is one way of even marginalizing the constitutional values, because you bring in these other things like, preserving public property. I mean, as mundane as that. And then you push out equality and justice right to the end, so much so that secularism does not find a place in this entire policy. And we know why.
we know how this policy, in fact, is pushing for a whole understanding which says that secularism is not a part of our constitution. So this is worrying, not just the fact that the constitutional values, not just the fact that the constitutional role of education as far as states are concerned has been marginalized, and it's decided that the curriculum will be made by a central body. It's decided that all assessments will be done through a national assessment center called Parak. And it says that, in fact, even the grade 3 and grade 5, grade 8 assessments done at the state level will be guided by the National Center. Now, I would like to remind all of us that we have in place a Right to Education Act, which is a fundamental right, which says that you cannot subject young children to board examinations. You can have regular school examinations, not board examinations. And this policy is quietly pushing everything that the RTE actually has mandated against. So much so that in its section 3.6, it actually talks about multiple models of education, multiple pathways, flexible models and alternate models and multiple pathways. And what are these pathways? These pathways also include open school. Open school, which means not a regular school, only some written material being sent to a child through the open school. And they say that course ABC. Course ABC is for grade 3, 5, and 8. So age 7, 8. I mean, for that younger child, it is proposing open school as a multiple pathway, as a flexible, as an innovative way of providing education. So it is now completely contradicting a fundamental right. And we should look at it more seriously, and we should get legal experts to look at this. We need more legal scrutiny, because how can a policy override a fundamental right? That is a big question. And that is one reason, and a very good reason, for which we have to completely reject these clauses that come in the policy. So not only that, what is happening now is that it says that a Gurukul or a madrasa or homeschooling, so it mentions these forms of schooling as the alternative forms of schooling. But what it does not mention, its silence is even more dangerous, because it is silent about the large sort of multi-million-dollar industry which the world is sort of looking at us, looking at India for. And this this billion-dollar industry which the world is talking about is low-cost or low-fee private schools. And these low-fee private schools have till now had trouble. And so many of them actually run because they cannot affiliate to a board, because they are not really following the basic requirements of RTE in terms of the qualification of a teacher, in terms of the pupil-teacher ratio, the kind of space that a child must have. So many of these schools, what they're doing is they affiliate to the open school. And the open school then becomes a refuge, a way to circumvent even the basic essentials of a child's right. This is what they're doing. And they employ instructors who are not trained, they are not professionally qualified. They give them an iPad in their hands, and they just, through the iPad, they make the teacher or the instructor, because you can't call this person a teacher, they make them follow these instructions, and they say that children are being educated this way. Not just that, there is a large organization called Ekal Vidyalayas, run by right-wing organizations. And the open school chairperson had personally told me at one of the panel discussions that that is their best model, because there are almost 60,000-70,000 of such schools
single teacher. That's why Ekal Vidyalay run mostly in tribal and in remote, deprived, disadvantaged areas. And these schools, as the chairperson was saying, they don't need any infrastructure. They even run such a school under a tree. So he was in fact telling us when we were discussing the school education quality indicator of Niti Aayog, in which Kerala has come high, has been topping that indicator. But he was saying that these schools do very well because they don't need any infrastructure. So this is what this policy is pushing for. Even though it does not name them, it says that there will be no focus on inputs. It clearly says this, no focus on inputs, and the requirements, and it keeps saying that the requirements were too restrictive, meaning the RTE requirements are too restrictive. And so those will be loosened, it says. So what more do we need to know from a policy which has abandoned its commitment completely to equity and quality? When it says those are too restrictive, and so anyone can open a school, and it's encouraging all private players to come, anyone to come and open a school, because no inputs will be asked for. Now, one thing we must remember, this whole discourse of learning outcomes, this is a very, very dangerous neoliberal discourse, which has been an international discourse for some time. But what is very troubling is that in 2015, even those organizations which have till now, like UNESCO and UNICEF, which have till now had a humanist perspective of a rights perspective for children's education, and they have actually been withstanding the pressure from neoliberal funding agencies like the World Bank or the OECD. But for the first time, these organizations have seemed to have come together. And so even learning outcomes was pushed into the Agenda 2030, Agenda 2030, which is the Sustainable Development Goals. And so learning outcomes are being talked of in that goals, which is very shocking to all humanist educators across the world. How can this be pushed? Because learning outcomes is a discourse of denial. It denies basic inputs for those who need it most. It denies inputs for the deprived, for the disadvantaged, for Dalits, for children from remote areas, for women, for girls, for the poor, because it says that inputs are not important. If you say that, then what is it that is left in education? If you say that inputs are not going to be looked at, and RTE, or the right to education, had come 60 years after the constitutional promise, because the governments themselves were compromising on quality. The governments were giving para teachers, the governments were giving all kinds of stratified schools, substandard schools. They were allowing everything under Sarva Shiksha Abhiyan, actually even giving states which did not need money, they were giving them money for para teachers. So because of this complete abandonment of the commitment to quality and equity, the right to education was brought in with a lot of pressure. Governments were not keen to bring it in, and a lot of pressure from the grassroots, from people working with children on children's rights. They had actually pressurized the government and said that at a time when economically the government, India seems to have been doing so well, around 2010, 2008, that is when they said that if you cannot even give a fundamental right to a child, what is the point of this economic development or economic prosperity? And luckily the government had actually given that right. But till now, there are only about 13% schools in the country which comply with that. I don't know how many schools in Kerala actually comply with RTE, but all over the country, there are only 13% schools which actually comply with
the requirements of RTE. And now it's very clear that with this new policy, there is going to be no RTE. So that is something that all of us have to resist very clearly. A second, so even though the policy begins and says that we are following the vision that is embedded in the Sustainable Development Goals, because India was a signatory to the 2015 declaration, and it says that that goal is to ensure inclusive and equitable quality education for all. But you can see that through all these multiple pathways, what it is doing is that it's just going to marginalize those who are already marginalized. So much so that it even says that in those areas where children are dropping out a lot, it's going to have volunteers, community volunteers, and it's going to have child tutors. Now, how can a child tutor be written about in a policy? It says that children who are good at studies, and this it said last year in its draft, and some of us had strongly critiqued that children who are good at studies will be selected and they will be made to do tutoring for almost 5 to 6 hours a week. Now that is violation of every child's right, even the child who is chosen as a tutor and the other child who is told that you cannot be given a teacher, you will only be given a volunteer or a tutor. How can a national policy ever talk of such a thing? How can anyone accept such a statement in a national policy? That is most shocking for anyone working in education. So this is what it talks about in terms of volunteers coming in. And we must note that what it talks in terms of restructuring education, by which it says that the first 5 years are going to be made into a foundational literacy and numeracy stage. And the last 4 years are going to be kept together, 9th, 10th, 11th, 12th. Now, the reason behind this restructuring clearly is one, that you dilute the expectations from children in the first 5 years, because you take early 3 years, the early childhood education, which is, it says, will happen in the Anganwadi. Now, the Anganwadi workers are not professionally developed teachers. They are not trained teachers. So it says first 3 years, the Anganwadis will do foundational literacy and numeracy. Again, this focus on foundational learning around the world is a very disturbing notion, because it dilutes expectations from what you think should be a child's learning, the entire arena, the canvas of children's learning, without focusing on testing through just testing literacy and numeracy. But this is what this government has been doing. This is what the Delhi government has been doing. You just keep testing for basic literacy and basic numeracy, so much so that children who are supposed to be, they are called the so-called weak children, are put into a different section in Delhi schools. And these children are not allowed to even do the NCERT textbooks, which normally the Delhi state follows. So they are made to do a very diluted, a very trivialized notion of rote and drill exercises in subtraction and division at a very young age without making sense of it, not doing estimations, not doing so much more of mathematics, or not doing so much more of learning and making observations, having your own theories, trying to understand the world. You know, the basic foundation, the foundations of learning is very different from the foundational learning which this policy is talking about, because it is reductionist. It's reducing it to something called literacy and numeracy, which is not what happens in a child's developmental stage, which is much more what a child should be learning. And then class 1 and class 2, it is clubbing with early childhood. So on the one hand, it is focusing there, and we have seen this. I mean, we have seen that Delhi government is already been implementing this. Our best students from Delhi University teaching in those schools have seen how completely trivialized
they have made this, and they label children. It's so damaging to be labeling children as separate, that there are some children who are talented and the other children who are not talented, and they are given different names, neo-readers and the committed nishtha, etc., etc. So that, this thinking within education is not coming from a humanist perspective at all, which is a perspective of inclusion, which says that equity is important and quality is only tied to equity. Only when you bring in mixed ability children together do they learn better. This is what our theories tell us. Children don't learn better when you segregate them. That is a factory model, which is not education. So we have to again resist. This is what this policy will be pushing us towards. And in fact, even in terms of schools, it's closing down suboptimal schools. Already in Rajasthan, 22,000 schools were closed during the BJP government there, because they said they were suboptimal. The enrollments are low. So this policy very clearly says that all schools which have lower enrollments, are suboptimal, they call them, will be closed, and school complexes will be set up. So again, school complex is something which will be far off, and which in fact then will certainly not allow a young child the chance to attend school, whereas the Right to Education Act says it is the right to have a good quality neighborhood school, not just for admission, but admission, attendance, and completion. And so we must remember that this setting up of a school complex and saying that some subject teachers will be recruited at the school complex, and schools will share teachers. Some subject teachers will be shared by the teachers at the school complex. That again is questionable. We know already there's a shortage of teachers. There is in 7 states, there's an acute shortage, but overall there's a shortage of teachers. And so that's why there are guest teachers, there are contractual teachers. But this policy in terms of teacher recruitment, again, has very, very worrying suggestions. Please look at them carefully. The KSTA must look at also last year's draft, because there it is spelled out in more detail that the probations will be made longer. So for school teachers, 3-year probations, for college teachers, 5-year probations. And also the appraisal process is very, very questionable, because the headmaster, the peers, the students, and the community will be doing an appraisal. So how is this community going to be appraising a teacher is something that we have to look at. And also one grade will have multiple salaries. So they're splitting one grade into many salaries so that every teacher does not have parity even within that grade. And there are many questions in terms of how recruitments are going to be done. So that should be looked at. And the same model of having large, economies of scale, the same model is going on even at the college level. It says that a college has to be 25,000, a college has to be 3,000 students, and a university has to be minimum 25,000. And this setting up of 4-year liberal courses is, we in Delhi University have seen a failed experiment already of a 4-year course, which becomes much more expensive for people who come from far off, to stay in a city for 4 years now. And again, that course was a very, very diluted course. The first year was a waste of time for most students, because it was talking of multidisciplinary courses, something on communication skills, something on something else. But multidisciplinary is not really the word that should be followed. We should have interdisciplinary courses. Multidisciplinary can mean anything. You take one course here, you take another course here. And in fact, our best science academies have written against this, have said that we have built expertise with great over time,
and with effort and investment, and now to sort of undermine expertise of all our higher education bodies and universities will be very damaging if we suddenly say that all of them have to run 4-year courses which are multidisciplinary. So there are questions across the board, even at the level, and especially when it says that colleges will be autonomous. So this autonomy is not academic autonomy. This autonomy is pushing you towards financial autonomy, which means you will have to now look for your own funds. And that is why even the best colleges in Delhi University in the last couple of years, when UGC had offered them autonomous status, they had said no. The teachers in those colleges had said, no, we don't want autonomous status because that's going to be isolating us. And we need a larger body of affiliated colleges so that we have strength, we work on curricula together, and we don't want to be pushed to be at a stage where we can only run self-financed courses, or we have to increase our fee because we have now been pushed and called an autonomous college. So the whole model is stratifying the system, stratifying it, bringing in many private players. And one thing which teachers must realize, and I would like to know whether Kerala is seriously thinking of much more investment and serious quality teacher education, because that is one thing I found Kerala has not really done. The pre-service teacher education is still weak. Even though the courses in name have changed, the 2-year B.Ed has come, but universities don't take these courses. They are left to colleges. I have seen those courses. I've seen the syllabi. They are still reading 40 and 50-year-old readings. And that way, we are not going to really make a vibrant school education or make teachers who are vibrant in trying to understand what education is all about. So teacher education is very weak in the policy. There is no commitment. In fact, teacher education at the current point, almost 90%, more than 90% is in private hands already. And most of it substandard, most of it commercial, totally commercial. Just taking from what Delhi University takes, they take 25 times that fee, and the quality is really substandard. So if there is no commitment in public education, even to developing good teacher education, how can we talk of this robust, vibrant school system or higher education system? It'll just remain rhetoric, because we know that all these private players which will come in will be even worse. And the chances are that because there are no inputs being asked of them. So that is worrying. And I would just like to remind ourselves at the current point, when in fact some of our best university students and our most eminent teachers are being, really questioned, threatened, intimidated with police charge sheets, naming them, falsely charging them for the Delhi riots. I mean, if something like this is what is happening to our most eminent teachers and our best universities, this year Jamia University was the best in the rankings of our ministry, and our best universities, we know what is happening to them, and now they are trying to sort out students, and they're trying to look at who are these rowdy students who have to be kept out. So even students who are fighting for justice, students who are fighting for others like them who are threatened by discriminatory laws, and students who are fighting against privatization. They're fighting against what is happening in the universities. Suddenly fees are being raised. They are in prison. Those students have been falsely charged and are in prison during the COVID period for months together. So what is happening? And I just want to remind ourselves of our first education commission, the Radha Krishnan Commission. I mean, this commission had Professor Radha Krishnan, Dr. Radha Krishnan as chairing it. It had Dr. Zakir Hussain on the committee.
It had Meghnath Saha on the commission. So this was a commission which was looking at what should be university education for. And it clearly, I mean, the whole commission report was based on the constitution. All the pillars of the constitution were the different sections of this report. And I'll just read out 2 lines to remind ourselves that this is what our first education, 1948-49, and their first meeting was held in Delhi University. And they were talking of education for all. They said there should be no difference. Don't use the word professional education only as a monopoly for the privileged, because democracy will not allow you to do that. So they were talking of an equitous system, of inclusive system. And in fact, they also said, they quoted Nehru from Discovery of India and said that if a Ramanujam could not get the kind of education, I mean, if people like him who suddenly, you know, showed the kind of genius and the world could see that genius, if people living on the verge of starvation like Ramanujam, if those people could be given food and proper conditions of living and a good inclusive education, then there would be so many, there would be millions of scientists in India, and that can change the world. This is what the commission said about autonomy. It said that autonomy, the state has a responsibility. The state has an obligation to give autonomy and to fund universities, because it is only the universities then which will produce knowledge that will tell us how to get rid of poverty and how to really change the social structure. So that knowledge has to come from universities. And they said that giving state funds is not state control. So they said the freedom of individual development is the basis of democracy. Exclusive control of education by the state has been an important factor in facilitating the maintenance of totalitarian tyrannies. It said that we must resist, in the interest of our own democracy, the trend towards governmental domination of the educational process. Professional integrity requires that teachers should be as free to speak on controversial issues as any other citizens of a free country. An atmosphere of freedom is essential for developing the morality of mind. I will end here, and I hope that we fellow teachers will take this message of the Radha Krishnan Commission to our students. I hope that Kerala will actually give us democratic institutions. And when I talk of democratic universities or democratic schools, I have already spoken that it should be that the students are running that. Students should be building their own buildings. Students should be maintaining their own data resources of that community, that area. Even school students can do it. So education should give more agency to the learner, not be controlling and telling the learner about the rules and the norms. Democratic education is about agency. We have seen how the future of Fridays, and we have seen how Greta Thunberg and the climate justice movement has brought out young people on the streets, and they can talk to political leaders even the way adults cannot talk. So let's give more responsibility in the hands of students. Let students construct buildings, because that is what work in education is. That is democratizing work in education. Otherwise, you will have only those students who want high-tech schools. They only want to do high-tech education, like I have seen in Kerala. They don't want to work with their hands in other ways. And so if you allow them to run their own school, that becomes democratizing, and that let students run universities and colleges. So I would like to end here. Thank you. Thank you, Dr. Anita Rampal. അടുത്തതായി ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ മനോജ് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ
AKPCTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പത്മനാഭൻ, ഈ വെബ് റാലി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ LDF കൺവീനർ സഖാവ് വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KN ബാലഗോപാൽ, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ അനിത രാംപാൽ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ KSTയുടെ ജനറൽ സെക്രട്ടറി ഹരീഷ് മാഷ്, വിവിധ സർവീസ് സംഘടനാ നേതാക്കളെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ന് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ ഒന്ന് കർഷക വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, ദളിതർക്കും സ്ത്രീകൾക്കും എതിരാണ്, പാവപ്പെട്ടവന് എതിരാണ്, വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരാണ്, കർഷകർക്കെതിരാണ്. അങ്ങനെ അവർ ഈ രാജ്യം നേടിയ എല്ലാ നന്മകളും ഇല്ലാതാക്കി പോകുന്ന ഒരു ദേശീയ വിദ്യാഭ്യാസ നയമാണ് ജൂലൈ 29 പാർലമെന്റിൽ പോലും വെക്കാതെ ഏകപക്ഷീയമായി ഈ നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നത്. ഈ നയം നടപ്പാക്കിയാൽ ഞാനും നിങ്ങളും ആർജിച്ച, ഈ രാജ്യം ആർജിച്ച എല്ലാ വിദ്യാഭ്യാസ നന്മകളും എന്നേക്കുമായി ഇല്ലാതാവാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്, നമ്മുടെ ബഹുമാന്യായ ബാലഗോപാൽ സഖാവ് പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസ നയത്തിന്റെ അപകടങ്ങളെപ്പറ്റി ഈ രാജ്യത്തെ നിരക്ഷരരായ സാധാരണക്കാരായ തൊഴിലാളികളായ ലക്ഷക്കണക്കിന് ആൾക്കാരെ നാം ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ നാട് ഇതിനു മുമ്പെങ്കും കാണാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രക്ഷോഭം സമയം ഒന്ന്, ഈ നയം നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത സമയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാം പുറത്തു ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വീടുകളിൽ അടച്ചിരിക്കുമ്പോഴാണ്. നമ്മുടെ കോളേജുകൾ, സ്കൂളുകൾ, സർവകലാശാലകളെല്ലാം അടഞ്ഞിടുകയാണ്. ഈ പ്രതിഷേധത്തെ ഭയന്നിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ഈ നയം നടപ്പാക്കുന്നത്. അതിനാൽ ചുരുക്കി പറഞ്ഞാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അപകടങ്ങളെപ്പറ്റി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട് കർഷകരും തൊഴിലാളികളും പാവപ്പെട്ടവരും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നാം മുന്നിട്ടിറങ്ങണം. അതിന് തുടക്കമാവട്ടെ ഇന്നത്തെ ഈ വെബ് റാലി എന്ന് പ്രത്യാശിക്കുന്നു. ഈ വെബ് റാലിയിൽ പങ്കെടുക്കുന്ന വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥി സമൂഹം എല്ലാവരെയും സർക്കാർ കോളേജ് അധ്യാപക സംഘടനയായ AKGCTക്ക് വേണ്ടി ഏറെ ഊഷ്മളമായി ഹാർദവുമായി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ A. പസ്ലത്തിൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ യോഗത്തിൽ സംസാരിച്ച LDF കൺവീനർ A. വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ബാലഗോപാൽ, ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളെ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ NEP 2020 കുറിച്ച് നമ്മൾ ഒട്ടനവധി സെമിനാറുകളും വെബിനാറുകളും സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ വിശദ വിവരങ്ങൾ നമ്മുടെ നേതാക്കൾ വിവരിച്ചിട്ടുണ്ട്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് തികച്ചും അധ്യാപക വിരുദ്ധമാണ്, തികച്ചും വിദ്യാർത്ഥി വിരുദ്ധമാണ്, തികച്ചും വിദ്യാഭ്യാസ വിരുദ്ധമാണ്. എല്ലാം കൊണ്ടും വിരുദ്ധമായിരിക്കുന്ന ഒരു നയമാണിത്. ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കേണ്ടതായിരിക്കും. ചരിത്രത്തെ തന്നെ അധിക കേന്ദ്രീകൃതത്തിലൂടെ ബ്രാഹ്മണിക്കൽ ഹെയറാർക്കിയാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ വരേണ്യവർഗത്തിന്റെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന, എല്ലാ അധികാരങ്ങളും തങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന, ഒരു ജനത, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം എന്ന മുദ്രാവാക്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും മാത്രം പോരാ, പൊതുജനങ്ങൾ കൂടി എന്താണ് ഇതിന്റെ ഉള്ളടക്കമെന്നും ഇതിന്റെ അപകടം എന്താണെന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള നമ്മളെ പ്രചരണ പരിപാടികൾ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ആയിരിക്കണം. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും അതിവിപുലമായ സമര പരിപാടികൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുകയും ഇതിനെതിരായിട്ടുള്ള നമ്മുടെ സമരം തുടരുകയും വേണമെന്നും ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും, ഈ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ സർവകലാശാല അധ്യാപക സംഘടനയുടെ പേരിലുള്ള ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അടുത്തതായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ജനറൽ സെക്രട്ടറി സഖാവ് ഹരിലാൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തെ അഭിവാദ്യം ചെയ്ത സഖാവ് എ വിജയരാഘവൻ, സഖാവ് കെ എൻ ബാലഗോപാൽ, മറ്റ് സർവീസ് സംഘടനാ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവകലാശാല ജീവനക്കാരടക്കമുള്ള ഇതിന്റെ ശ്രോതാക്കളെ, സഹാക്കളെ, ഐതിഹാസികമായ ഒരു വെബ് റാലിക്ക് ഇന്ന് സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ യോഗത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ മാസം ഇതിന്റെ കരട്, പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് നയം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽക്ക് ഇങ്ങോട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമിതിയുടെ തലത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു ഒറ്റക്കുടക്കീഴിലായിക്കൊണ്ട് വിദ്യാഭ്യാസ സമിതി ഇതിന്റെ വ്യത്യസ്തങ്ങളായി ഇത് കേരള സമൂഹത്തിലെ പരിചയപ്പെടുത്തുവാനും ബോധ്യപ്പെടുത്തുവാനുമുള്ള അക്ഷീണ പ്രയത്നത്തിലായിരുന്നു. പ്രക്ഷോഭങ്ങൾ ഒട്ടനവധി നടത്തി. എങ്കിലും യാതൊന്നും ചെവികൊള്ളാതെ കഴിഞ്ഞ ജൂലൈ 29 മുതൽക്ക് ഇത് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ യാതൊരു ചർച്ചയും പോലും കൂടാതെ ഇത് നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏകപക്ഷീയമായ രീതിയിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തിനെ, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിനെ അത് മാനിക്കാതെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ചൊൽപ്പടി കീഴിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രം കുത്തിനിറച്ച്, അതേപോലെ തന്നെ രാജ്യത്തെമ്പ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും വാണിജ്യവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ നയം അത് നടപ്പിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് തള്ളിക്കളയാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെബ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും അതേപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് സവിസ്തരം ഇവിടെ വിശദീകരിച്ചവരും മറ്റു സഹാക്കളും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. ഞങ്ങളുടെ സർവകലാശാല മേഖലയിൽ, സർവകലാശാല ജീവനക്കാരുടെ മേഖലയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പ്രചരണത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുകയുണ്ടായി. 11ഓളം വ്യത്യസ്ത രൂപത്തിലുള്ള മേഖലകളെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ നയം ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള വലിയ വെബിനാർ സീരീസുകൾ സംഘടിപ്പിച്ചു. ഇന്നലെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിളംബര സദസ്സ് തന്നെ സുനിൽ പിള്ളേടത്തിനെ പ്രഭാഷണത്തിലൂടെ ഇത് കേരളത്തിലെ എമ്പാടും സർവകലാശാല ജീവനക്കാരനും എത്തിക്കാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സന്ദർഭത്തിൽ ഏറെ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളത് ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ വെബ്രാലി വിജയിപ്പിക്കാനും അതേപോലെ തന്നെ വെബ്രാലി ശ്രമിക്കാനും ഈ വെബ്രാലി തങ്ങളുടെ ഒരു കയ്യൊപ്പോട് കൂടിയിട്ട് ഇതിനെ വിജയിപ്പിക്കുവാനും വേണ്ടി സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ പോലും തന്നെ ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഈ റാലി തീർച്ചയായിട്ടും ഈ കെ എൻ ബാലഗോപാലൂടെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ദേശീയ പ്രക്ഷോഭത്തിനുള്ള ഒരു നിമിത്തം ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വെബിനാറിൽ പങ്കുചേർന്നിരിക്കുന്ന, ഇതിനകത്ത് അണിചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും കേരളത്തിലെ സർവകലാശാല ജീവനക്കാരുടെ കോൺഫെഡറേഷന്റെ പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ എ അബ്ദുൽ വഹാബ് ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഈ വെബ് റാലി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകൾ, LDF കൺവീനർ എ വിജയരാഘവൻ അവർകൾ, ഞങ്ങളുടെ നേതാവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സഖാവ് കെ എൻ ബാലഗോപാൽ അവർകൾ, ഈ വെബ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കച്ചവടത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വർഗീയവൽക്കരണത്തിന് വേണ്ടിയും മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു നയം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. യാതൊരു സേവന വേതന വ്യവസ്ഥയും ഇല്ലാതെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസിന്റെ കാര്യത്തിൽ എത്ര ഫീസ് വേണമെങ്കിലും മേടിക്കുന്ന ഒരു സാഹചര്യം സ്വാശ്രയ മേഖലയിലുണ്ട്. അത് തന്നെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ
മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ഇത് ബോധവൽക്കരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇത് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വെബ് റാലിയെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ടും പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് KN സച്ചിൻ ദേവ് സംസാരിക്കുന്നതാണ്. സച്ചിൻ ദേവിനെ അതിനായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഖാക്കളെ, വളരെ ഐതിഹാസികമായ ഒരു സമരത്തിനാണ് ഇപ്പോൾ നമ്മൾ നവമാധ്യമത്തിലൂടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണമായി തകർക്കുന്ന വിദ്യാഭ്യാസ നയത്തിനാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായ മര്യാദകൾ പോലും പാലിക്കാതെ, ഒരു ജനാധിപത്യ വേദിയുടെയും അംഗീകാരമില്ലാതെ ജനവിരുദ്ധമാകും വിധം നയങ്ങൾ നടപ്പിലാക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാണുമ്പോൾ ആകർഷകമെന്ന് തോന്നുന്നതും എന്നാൽ അപകടം പതിയിരിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തെ അതിശക്തമായി എതിർക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത്. ആ നിലയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനകളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്രീകരണം, വർഗീയവൽക്കരണം, വാണിജ്യവൽക്കരണം എന്നീ 3 വിപത്തുകൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടതാണ് പുതിയ വിദ്യാഭ്യാസ നയം. ഈ പുതിയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി വിഭാവനം ചെയ്യുന്നത് എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വരേണ്യവർഗത്തിന് വേണ്ടി മാത്രം നീക്കിവെക്കുന്ന വിധത്തിലേക്ക് വിദ്യാഭ്യാസ നയം മാറുന്നു. എന്നാൽ സാങ്കേതികമായ ചില ക്രമീകരണങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം, ഘടനകളിൽ ഉണ്ടാക്കിയ മാറ്റം കൊണ്ട് പൊതുസമൂഹത്തെ അങ്ങേയറ്റം ആകർഷിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അവതരണങ്ങളിലും അതുപോലെ ഉള്ളടക്കത്തിലും അപകടത്തെക്കാൾ അപ്പുറത്തായി ജനങ്ങളെ ആകർഷിക്കാനുള്ള നിഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം. കസ്തൂരി രംഗൻ ഉൾപ്പെടെ ഉള്ള RSS വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഏറ്റവും എളുപ്പത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ വിഭാഗം വരുന്നവർ മനോഹരമായ വാക്കുകളിലൂടെ, മനോഹരമായ പ്രയോഗങ്ങളിലൂടെയും വാക്യങ്ങളിലൂടെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ തകർക്കുന്നതിനുള്ള RSSന്റെ ഇച്ഛയ്ക്കനുസൃതമായ പുതിയ വിദ്യാഭ്യാസ നയത്തിനാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഏറ്റവും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നാം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഏറ്റവും ശരിയായ വിധത്തിൽ കൂടുതൽ ബഹുജനങ്ങളിലേക്ക് ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ഈ വെബ് റാലിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഈ വെബ് റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിലും രാജ്യത്തും നേതൃത്വമേകുകയും ചെയ്യുന്ന സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായിയെ സ്നേഹാദരപൂർവം ഈ വെബിനാറിന്റെ ഭാഗമായതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ വെബിനാറിൽ സംബന്ധിച്ച SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ MP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ കൺവീനർ കൂടിയായ സഖാവ് A വിജയരാഘവൻ, അദ്ദേഹത്തെയും ഈ വെബിനാറിന്റെ ഭാഗമായതിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻ MP കൂടിയായ സഖാവ് KN ബാലഗോപാൽ ഈ വെബ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. സഖാവിനെയും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ അനിത രാംപാൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ റിട്ടയർഡ് പ്രൊഫസർ കൂടിയായ വിദ്യാഭ്യാസ വിചക്ഷണ കൂടിയായ ഡോക്ടർ അനിത രാംപാലിനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.
അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി സംസാരിച്ച വിവിധ അധ്യാപക സംഘടനാ നേതാക്കന്മാർ, വിവിധ സർവീസ് സംഘടനാ രംഗത്തെ നേതൃത്വം നൽകുന്നവർ, ആ നിലയിൽ എല്ലാ രീതിയിലും ഈ പരിപാടിയോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച KSTA ജനറൽ സെക്രട്ടറി സഖാവ് KC ഹരികൃഷ്ണൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ച AKPCTA ജനറൽ സെക്രട്ടറി പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയ ഈ പരിപാടിയുടെ ഭാഗമായ മുഴുവൻ പേരെയും വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഔപചാരികമായി അവസാനിച്ചതായി അറിയിക്കുകയാണ്.